ഇപ്പോൾ കഴിഞ്ഞ പദ്യത്തിൽ ഇതാണ് പറഞ്ഞത്. അതായത് എല്ലാവർക്കും ഈശ്വരൻ പൊതുവാണ്. അങ്ങനെ ആണെങ്കിലും, അങ്ങനെയാണ് ശ്രുതികൾ പറയുന്നെങ്കിലും, ചിലരെ വാഴ്വിത്തൽ ചിലരുടെ കോപിത്തൽ ചെയ്വതേനെൻ്റായേ എന്നുവെച്ചാൽ ചിലരെ ദ്വേഷിക്കുന്ന പോലെയും ചിലർക്ക് നന്മ ചെയ്യുന്ന പോലെയൊക്കെ തോന്നുന്നല്ലോ. അതെന്താണ് കാരണമെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈശ്വരൻ പക്ഷപാതമുള്ള ആളല്ല. ഇവരെ നല്ലവനാക്കാൻ വേണ്ടിയിട്ട് ഒരു പിതാവ് ശ്രമിക്കുന്നത് പോലെ ദണ്ഡിച്ച് നല്ലതാക്കാൻ ശ്രമിക്കുന്ന രൂപത്തിലെടുത്തോളണം. ശിഷ്ടരെ കുളിർന്ന് ദുഷ്ടരെ കായ്വ് എന്നാണ് പറയുന്നത്. ശിഷ്ടരെ കുളിർന്ന് നല്ലവരായ ആളുകൾക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ ഉണ്ടാക്കി, അതുപോലെ മറ്റവരെ കായ്വർ അവരെ ദണ്ഡിച്ചു. ഇങ്ങനെയാണ് ഈശ്വരൻ നിൽക്കുന്നത്. പക്ഷെ ഈശ്വരൻ പക്ഷപാത ഉള്ള ആളല്ല എന്ന് മനസ്സിലാക്കി തന്നിരിക്കുകയാണ് ഏത് ഈ പദ്യത്തിലൂടെ. ഇതിനടുത്ത പദ്യം തുടങ്ങിയാണ്. മനവിലങ്കറും മൈന്ദനെ കற்பകമരം കനൽ പുനൽ മൂറ്റും തന്നെ അടൈന്തവർ വർമ്മയും ചീതവും താകവും തകർത്താളും അനേ ഈശനും അടൈന്തവർക്ക് അരുൾ ചെയ്യുവാൻ അകണ്ടവർക്ക് അരുൾ ചെയ്യാൻ ഇനയ കുറ്റങ്ങൾ എവർ കുറ്റമെന്ന് എണ്ണി നീ അറിവായി. നമ്മൾ വായിച്ച് നിർത്തിയതാണ്. ഇത് സ്വാമി എഴുതിയിരിക്കുന്നത് മനവിലങ്കറും മൈന്ദന് കുടുംബമാകുന്ന പാശബന്ധങ്ങളെ അകറ്റിയ അല്ലയോ മകനെ കற்பകമരം കനൽ പുനൽ മൂഞ്ചും തന്നെ അടയുന്നവർ വർമ്മയും ചീതവും താങ്ങുവും എന്ന് പറഞ്ഞാൽ ഈ കൽപ്പകവൃക്ഷം, നമ്മളെ തെങ്ങ് പോലത്തെ കൽപ്പകവൃക്ഷം, അതുപോലെ തീ, അതുപോലെ ജലം, ഇവ മൂന്നും പാരപക്ഷ്യമില്ലാതെ ഇരുന്ന് തന്നെ ആശ്രയിച്ചവർക്ക് ഉള്ള വെയിലിൻ്റെ ആഘാതത്തെയും തണുപ്പിൻ്റെ ആഘാതത്തെയും അതുപോലെ തന്നെ ദാഹവും ക്രമപ്രകാരം അകറ്റി തണലും ചൂടും ദാഹശാന്തിയും തവർതാളും അകറ്റി രക്ഷിക്കും. അനയ ഈശനും അതുപോലെ ചിലരോട് വെറുപ്പും ചിലരോട് ഇഷ്ടവും ഇല്ലാതെ ഈശ്വരനും അടയുന്നവർക്ക് പാരപക്ഷമില്ലാത്ത വനെന്നറിഞ്ഞ് തന്നെ വേദത്തിൽ പറയപ്പെടുന്ന കാണ്ഡത്രയ വഴി ആരാധിക്കുന്നവർക്ക് അരുൾ ചെയ്യുവാൻ അനുഗ്രഹം നൽകും. അകണ്ടവർക്ക് അരുൾ ചെയ്യാൻ തന്നെ ആരാധിക്കാതെ വിട്ടുപോകുന്നവർക്ക് അനുഗ്രഹം ചെയ്യുകയില്ല. പറയാണ് ഇനയ കുറ്റങ്ങൾ ഇപ്രകാരം ചെയ്യാതെ വേദവഴി നടക്കാതെ ഇരിക്കുന്നത് കുറ്റങ്ങൾ എവർ കുറ്റമാകും എൻ്റെ ആരുടെ കുറ്റങ്ങളാണെന്ന് എണ്ണി നീ അറിവായി നീ വിചാരിച്ച് നീ സ്വയം അറിയും. ആദ്യം മുതലേ പറയണം ഈശ്വരനാലാണ് ഇത് ഏർപ്പെട്ടിരിക്കുന്നതെന്ന് ഉള്ള രൂപത്തിൽ എല്ലാവരും വിചാരിച്ചു വെച്ച് പെരുമാറുന്നവരുണ്ട്, കുറച്ച് അറിവുള്ളവർ പറയുന്നവരുമുണ്ട്. പക്ഷേ അവർ പറയുന്നു അല്ല, ഈശ്വരൻ പക്ഷപാത രഹിതമായിട്ടിരിക്കുന്നു, ഈശ്വരൻ ഒന്നും ചെയ്യുന്നില്ല, നിഷ്ക്രിയനാണ്. പക്ഷെ ഇങ്ങനെ ഒരു ആക്ഷേപം ഭഗവാനിൽ ഉന്നയിച്ച് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും? ഇവൻ്റെ കുറ്റങ്ങളെ നോക്കാനോ ആ കുറ്റങ്ങൾ നിന്ന് മാറി ജ്ഞാനത്തിലേക്ക് വരാനോ സാധിക്കാതെ പോകും. അതുകൊണ്ടാണ് പറഞ്ഞത് കാണ്ഡത്രയ വഴി തന്നെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ ആദ്യം കർമ്മകാണ്ഡം, ഉപാസനാകാന്ഡം, ജ്ഞാനകാന്ഡം. കർമ്മകാന്ഡം വഴി ആശ്രയിക്കുക എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? ഈ പറഞ്ഞ നാമപാരായണങ്ങളും അതുപോലെ തന്നെ ക്ഷേത്ര ദർശനങ്ങളും മന്ത്രോച്ചാരണങ്ങളും ഒക്കെ കൊണ്ട് ആശ്രയിക്കുക. അങ്ങനെ ആശ്രയിക്കുന്നവരും ഉപാസനാ മാർഗത്തിലൂടെ ആശ്രയിക്കുന്നവരും അതുപോലെ തന്നെ വേദമാർഗത്തിൽ ആ വേദാന്ത ശ്രുതികളെ വച്ചുകൊണ്ട് തന്നെ വിവേകത്തോടു കൂടി നോക്കിക്കാണുന്നവർ ഞാൻ ആരാധിക്കാൻ പറഞ്ഞു. അങ്ങനെ നോക്കിക്കാണുന്നവരുമായിട്ട് ഇല്ലാത്തവരെ സംബന്ധിച്ച് ഈ പറയുന്ന രൂപത്തിൽ തന്നെ അതിനൊരു ഉദാഹരണം പറഞ്ഞ ഇങ്ങനെയാണ്. കൽപ്പകമരം കനൽ പുനൽ. കൽപ്പകമരം എന്ന് വെച്ചാൽ തെങ്ങ് മുതലായ കൽപ്പക വൃക്ഷങ്ങൾ, അത് അവരെ ആശ്രയിക്കുന്നവർക്ക് അത് ദാഹം ശമിപ്പിക്കും. അതുപോലെ പുനൽ, കനൽ, തീയുടെ ആഘാതത്തെ മാറ്റിക്കൊടുക്കും, അല്ല തണുപ്പിൻ്റെ ആഘാതത്തെ മാറ്റിക്കൊടുക്കും ഈ പറഞ്ഞ കനലിനെ ആശ്രയിക്കുന്നവർക്ക്. അതുപോലെ പുനലിനെ ആശ്രയിക്കുക, വെള്ളത്തെ ആശ്രയിക്കുന്നവരെ സംബന്ധിച്ച് അവരുടെ ഉഷ്ണം ശമിപ്പിച്ചു കൊടുക്കും. ഇങ്ങനെ ഈ രൂപത്തിൽ പാരപക്ഷ്യമില്ലാതെ ഈ കൽപ്പകവൃക്ഷം കനൽ പുനൽ മൂണ്ടും എങ്ങനെ നിൽക്കുന്നു അതുപോലെയാണ് ഈശ്വരൻ.
ഇപ്പൊ ഈശ്വരനെ ആശ്രയിക്കേണ്ട രൂപമാണ് പറഞ്ഞത്. കാണ്ഡത്രയ വഴി എന്നെ ആശ്രയിച്ചവരെന്നാണ് പറഞ്ഞത്. അതില് ഈ പറഞ്ഞ കർമ്മകാണ്ഡം, ഉപാസനകാണ്ഡം, ജ്ഞാനകാണ്ഡം, ഇതിലെ 3 രൂപത്തിലും എന്നെ ആശ്രയിച്ചിരിക്കുന്നവരുടെ വർമ്മയും തീയും ഇതെല്ലാം ഞാൻ തന്നെ മാറ്റിക്കളയും. ഈ രൂപത്തിലാണ് ഭഗവാൻ ഈശ്വരൻ പാരപക്ഷ്യമില്ലാതെ ഇരിക്കുന്നതെന്ന് അറിഞ്ഞുകൊള്ളണം. പിന്നെയും പറയുകയാണ്, പൊതുവാനാൽ അല്ല, അതൊന്നും വായിച്ചില്ല. അപ്പൊ ഇതേ കുറ്റങ്ങൾ എവർ കുറ്റമെന്ന് എണ്ണി നീ അറിവായെ. ഇങ്ങനെയുള്ള ആ കുറ്റങ്ങൾ ആരുടെ കുറ്റമാണെന്ന് നീ സ്വയം വിചാരിച്ച് നോക്കും. ഇത് നിന്റെ കുറ്റമാണെന്ന് കാണാം. കാര്യം നീ കാണ്ഡത്രയ വഴി വേദങ്ങളെ ആശ്രയിച്ച് നീ നിന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിഷമങ്ങൾ എനിക്ക് അനുഭവിക്കേണ്ടി വന്നതെന്ന് മനസ്സിലാക്കിക്കൊള്ളാം. ഒന്നുകേൾ മകനെ പുമാൻ ഉയർച്ചയാൽ ഉറയ്ത്ത് മാനുടർക്ക് ഈശൻ നന്റു ചെയ്യവേ കാട്ടിയ നൂൽ വഴി നടന്ന് നല്ലവർ പിന്നെ ചെന്ന് തുട്ടവാദനെ വിട്ട് വിവേകരായി ചെലുത്തമായ തള്ളി നിന്ന് ജ്ഞാനത്തെ അടൈந்தവർ അവങ്ങൾ പോവും നിശ്ചയം ഇതുതാനെ. ഒന്നുകേൾ മകനെ പുമാൻ ഉയർച്ചയാൽ ഉറയ്ത്ത് മാനുടർക്ക് ഈശൻ നന്റു ചെയ്യവേ കാട്ടിയ നൂൽ വഴി നടന്ന് നല്ലവർ പിന്നെ ചെന്ന് തുട്ടവാദനെ വിട്ട് വിവേകരായി ജനിത്ത മായെ തള്ളി നിന്ന് ജ്ഞാനത്തെ അടൈந்தവർ പവങ്ങൾ പോവും നിശ്ചയം ഇത് താനെ. എന്നൊരു പദ്യം. സർവജ്ഞാനശാസ്ത്രങ്ങളുടെയും സാരാംശമായ ഒരു ഉപായത്തെ പറയാൻ പോകുന്നതിനെ നീ ശ്രദ്ധിച്ചു കേൾക്കുക. പുമാൻ ഉയർച്ചയാൽ ഉറയ്ത്ത് മനുഷ്യർ ശ്രദ്ധാഭക്തി വൈരാഗ്യത്തോടുകൂടി മനുഷ്യർക്ക് ഈശ്വരൻ നന്ദി ചെയ്യവേ മനുഷ്യർക്ക് ഈശ്വരൻ ബ്രഹ്മാനന്ദം കൊടുക്കുന്നതിന് വേണ്ടി കാട്ടിയ അരുളി ചെയ്ത നൂൽ വഴി നടന്ന് വേദത്തിലുള്ള കാണ്ഡത്രയ വഴി നടന്ന് നല്ലവർ പിന്നെ ചെന്ന് ബ്രഹ്മനിഷ്ഠന്മാരായിരിക്കുന്ന മഹാത്മാക്കളുടെ പിറകെ തിരിഞ്ഞ് തുട്ടവാദനെ വിട്ട് അങ്ങനെയുള്ള മഹാത്മാക്കളുടെ സഹവാസത്താൽ ശാന്തിയാദി വാസനകളെ വശപ്പെടുത്തി മുമ്പുള്ള ക്രോധാദി മലിന വാസനകളെ ഒഴിച്ച് വിവേകരായി ആത്മാനാത്മ വിവേകമുള്ളവരായി ചരിത്തമായി തള്ളി അവിവേകത്താൽ ഉണ്ടായ ഭേദബുദ്ധിയെ നശിപ്പിച്ച് നിന്റെ തൻ്റെ അനുഭൂതിയിൽ ശിവോഹമെന്ന് നിന്ന് ജ്ഞാനത്തെ അടയുന്നവർ സംശയരഹിത ബ്രഹ്മാത്മ ഐക്യജ്ഞാനത്തെ സമ്പാദിച്ചിട്ടുള്ളവരുടെ പവങ്ങൾ പോവും സുരനര തിരിയക്കാതി രൂപങ്ങളായ ബഹുവിധ ജനനങ്ങൾ നീങ്ങും. ഇത് താനേ നിശ്ചയം. ഇത് തന്നെയാണ് ശ്രുതിസ്മൃതികളുടെ സിദ്ധാന്തപക്ഷം. ഈശ്വരാർപ്പണമായി ചെയ്യുന്ന നിഷ്കാമ കർമാനുഷ്ഠാനത്താൽ അന്ധകരണത്തിലുള്ള മലദോഷവും ഈശ്വരോപാസനയാൽ വിക്ഷേപദോഷവും നീങ്ങി തീവ്രമായ ജിജ്ഞാസയോടുകൂടി പെരിയവർകളെ അടൈந்து അതായത് ജ്ഞാനസദ്ഗുരുവിനെ സ്വീകരിക്കണം. നൂൽ വഴി നടന്ന് നല്ലവർ പിന്നെ ചെന്ന് എന്ന് പറഞ്ഞതിനർത്ഥം ജ്ഞാനം സർവപ്രായശ്ചിത്ത രൂപമാകയാൽ ഇതിനെ ചൊല്ലിയ സോപാനക്രമമായി അടഞ്ഞാലല്ലാതെ തൻ്റെ പ്രവൃത്തിയെ ഈശ്വരന്റെ പ്രവൃത്തിയായി പറഞ്ഞു നടന്ന് ദോഷം നീങ്ങുകയില്ലെന്ന് സാരം. ഇതാണ് 62 പറയുന്നത്. അത് പറഞ്ഞതിന് ശേഷം നോൻ പറയുന്നത് നിർത്ത്, ഞാനൊന്ന് പറയാം, അതോടെ നീ കേള്. ഇതാണ് ഇതിൻ്റെ പരമാവധി. പറയുള്ളൂ മകനെ, ഒരു കാര്യം പറയാൻ പോകുന്നതിന്, ഒരു ഉപായത്തെ പറയാൻ പോകുന്നതിന് ശ്രദ്ധിച്ച് കേൾക്കുക. പുവാൻ ഉയർച്ചയാൽ ഉറയ്ത്ത് മനുഷ്യർ ശ്രദ്ധാഭക്തി വൈരാഗ്യത്തോടുകൂടി മാനുടർക്ക് ഈശ്വരൻ നന്ദി ചെയ്യുക മനുഷ്യർക്ക് ഈശ്വരൻ ബ്രഹ്മാനന്ദം കൊടുക്കുന്നതിന് വേണ്ടി കാട്ടിയ അരുളി ചെയ്ത നൂൽ വഴി വേദത്തിലുള്ള കാണ്ഡത്രയ വഴി നടന്ന് നല്ലവർ പിന്നെ ചെന്ന് ബ്രഹ്മനിഷ്ഠന്മാരായ മഹാത്മാക്കളുടെ പിറകെ തിരിഞ്ഞ് അങ്ങനെയുള്ള മഹാത്മാക്കളുടെ സഹവാസത്താൽ ശാന്തിയാദി വാസനകളെ കൈവശപ്പെടുത്തി മുമ്പുള്ള ക്രോധാദി മലിനവാസനകളെ ഒഴിച്ച് വിവേകം എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ആത്മാനന്ദ വിവേകം.
ഇതിനെ വിവേകം, അതിനെയാണ് വിവേകം എന്ന് പറയുന്നത്. വിവേകരായി, ആത്മാനാത്മ വിവേകമുള്ളവരായി, ജനിത മായയെ തള്ളി അവിവേകത്താൽ ഉണ്ടായ ഭേദബുദ്ധിയെ നശിപ്പിച്ച്. മായ എന്ന് പറഞ്ഞാൽ ഈ ഭേദബുദ്ധി തന്നെയാണ്. അവിദ്യ ഈ ഭേദബുദ്ധിയെ തള്ളി, ഈ ഭേദബുദ്ധിയെ നശിപ്പിച്ച് നിന്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം അനുഭൂതിയിൽ ഉറച്ച് നിന്നതിനെയാണ്. ശിവോഹമെന്റ് നിന്നു, അനുഭൂതിയിൽ ശിവോഹമെന്റ് നിന്നു. ജ്ഞാനത്തെ അടയുന്നവർ, സംശയരഹിത ബ്രഹ്മാത്മാ ഐക്യജ്ഞാനത്തെ സമ്പാദിച്ചിട്ടുള്ളവരുടെ ഭവങ്ങൾ പോവും. ഭവങ്ങൾ എന്ന് പറഞ്ഞാൽ സുര നര തിരേക്കാദി ജന്മങ്ങൾ മാറുന്നു. പുണ്യം ചെയ്തവര് സുരന്മാരായിട്ടും, പുണ്യപാപം മിശ്രം ചെയ്തവര് നരന്മാരായിട്ടും, ഇത് സമ്മിശ്രമായി ചെയ്തവർ തിരിയക്കായിട്ടും അല്ല, കൂടുതലും ഇതുപോലുള്ള അധർമ്മം ചെയ്തവർ ആ തിരിയക്കാദികളായിട്ടും ഒക്കെ മാറും. ഇത് 3 തരത്തിലുള്ള ജന്മം, സുര നര തിരിയക്കാദി ജന്മം. ഇതിനെയാണ് ഭവങ്ങൾ പോകും. ഇവരുടെ വീണ്ടും ജനിക്കുന്ന ഒരു പ്രകൃതം ഇതിൽ പരിപൂർണമായി ഇല്ലാതായി. അങ്ങനെയാണ്, ഇതിനാണ് മുക്തി എന്ന് പറയുന്നത്. ഇതാണ് സിദ്ധാന്തപക്ഷം. ഇത് താനേ നിശ്ചയം. ഇതാണ് ഈ വേദങ്ങൾ പറയുന്നതിൻ്റെ നിശ്ചയമായിട്ടുള്ളത്. ഇതിനെ മനസ്സിലാക്കണം. ഘോരമായ ജന്മങ്ങളെടുത്ത് വിഷമിക്കേണ്ട. പുണ്യം ചെയ്താലും ദോഷം തന്നെ. കാരണം അത് സുരനായിട്ട് ദേവന്മാരായിട്ട് ജനിക്കും. പാപം ചെയ്താലും തിരക്കളായിട്ട് ജനിക്കും. പാപം മിശ്രം ചെയ്ത് മനുഷ്യനായിട്ട് ജനിച്ചിരിക്കുന്നത്. ഇനി പാപവും പുണ്യവും നമുക്ക് തിരിച്ചറിയാം. ഇത് രണ്ടും പരിപൂർണമായിട്ടും ഈശ്വര സമർപ്പണം ചെയ്ത് ആത്മജ്ഞാനത്തിലേക്ക് പ്രവേശിക്കണം. പുണ്യവും പാപവും ഇത് രണ്ടും ഭഗവത് സമർപ്പണം ചെയ്യേണ്ടത്. പുണ്യം ഉണ്ടെങ്കിൽ ആ രൂപത്തിലുള്ള വൃത്തികൾ എഴുതിക്കൊണ്ടിരിക്കും, പാപം ഉണ്ടെങ്കിൽ ആ രൂപത്തിലുള്ള വൃത്തികൾ എഴുതിക്കൊണ്ടിരിക്കും. ഈ 2 വൃത്തിയും നമുക്ക് ഒന്ന് സ്വർണ്ണച്ചങ്ങല, ഒന്ന് ഇരുമ്പ് ചങ്ങല എന്നുള്ള രൂപത്തിൽ ബന്ധം തന്നെയാണ്. ബന്ധനം തന്നെ പാരും. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് പരിപൂർണ ബന്ധ നിവൃത്തി, അതാണ് വാസ്തവത്തിൽ മുക്തി, മോക്ഷം എന്ന് പറഞ്ഞ് നമ്മളിവിടെ പറഞ്ഞത്. സംശയരഹിത ബ്രഹ്മാത്മ നിശ്ചയം, അതാണ് ജ്ഞാനത്തിൻ്റെ രൂപം. ഗുരു പറഞ്ഞു, നീ ബ്രഹ്മമാണ് പിന്നെയെന്ന് പറഞ്ഞു. അത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഗുരു പറഞ്ഞു ചില ചില യുക്തികൾ പറഞ്ഞു തന്നു. ആ യുക്തികളൊക്കെ അങ്ങോട്ട് എടുത്ത് നിരത്തിയിട്ടും കുറച്ചൊക്കെ അങ്ങോട്ട് ശരിയായി, പക്ഷെ പൂർണ്ണമായി ശരിയാവുന്നില്ല. പക്ഷെ എന്നാണോ സംശയരഹിതമായി ബ്രഹ്മാത്മ നിശ്ചയം ഉണ്ടാകുന്നത്, അന്ന് ഈ ജനനമരണ സംസാരം ദുഃഖം ചെയ്യും. അതെങ്ങനെയാണ് ഗുരു പറഞ്ഞ വഴി പറഞ്ഞില്ലേ? നൂൽ വഴി കാട്ടിയ വഴി നടന്ന് നല്ലവർ പിന്നെ ചെന്ന്, നല്ലവരെന്ന് പറഞ്ഞാൽ മഹത്തുക്കളെയാണ് ഉദ്ദേശിക്കുന്നത്. മഹത്തുക്കളുടെ പുറകെ ആശ്രയിച്ച് തുട്ടവാദനെ വിട്ട്, നമ്മൾ വാസനാഗതമായിട്ട് നമ്മൾ പല രൂപത്തിൽ പഴകി വന്നാണ് ഈ അജ്ഞാനത്തിൽ ഇപ്പോഴും ഇരിക്കുന്നത്. ഇതെല്ലാമാണ് നമുക്ക് ദോഷമായി നിന്നതെന്ന് തിരിച്ചറിഞ്ഞ് അതിന് വിട്ടു. വിടുന്ന വിവേകം കൊണ്ടാണ് വിടുന്നത്. അത് നമുക്ക് ദോഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ജനിച്ചും മരിച്ചും ഈ സംസാര സമുദ്രത്തിൽ ഇങ്ങനെ ഉക്കളിയിട്ട് കിടക്കുകയാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്നൊരു വിചാരം ഇതിൽ വരണം. ആ വരുന്നതിനെയാണ് ആ വിവേകമായിട്ട് പറഞ്ഞിട്ട് ഇതിൽ നിന്ന് ദുഷ്ടവാദനെ വിട്ട് വിവേകരായി. വിവേകം എന്ന് വെച്ചാൽ ആത്മാനാത്മ വിവേകത്തെ ചെയ്ത് ജനിതമായെ തള്ളി നിന്ന്. ജനിതമായ എന്ന് പറഞ്ഞാൽ വേറെ ഏകാത്മാ ബുദ്ധി. ഇവിടെ പക്ക സ്വാമി പറഞ്ഞിരിക്കുന്നു, ഭേദബുദ്ധി. രണ്ടെന്ന് കണ്ടതാണ്. വേറൊന്ന് രണ്ടാമതൊന്നുണ്ടെങ്കിൽ അവിടെ വ്യവഹാരമുണ്ട്. 2 ഇല്ല. ഏകം അദ്വിതീയമായിരിക്കുന്ന ബ്രഹ്മമാണ് ഇത് കുറച്ചത്. ശിവോഹം എന്ന് ഉറച്ചെന്ന് പറഞ്ഞു. അത് അനുഭൂതിയിൽ ശിവോഹം എന്ന് ഉറച്ചു. അനുഭൂതിയിൽ ശിവോഹം എന്ന് വരണം. ശിവോശിവം എന്ന് പറഞ്ഞാൽ പോലെ അനുഭൂതിയിൽ വരണം. അങ്ങനെ വന്ന് ഉറച്ച് അശിവോഹം എന്നിരുന്നതായി. ഇതാണ് ബ്രഹ്മാത്മ ഐക്യജ്ഞാനം. അവരുടെ ഭവങ്ങൾ പോവും നിശ്ചയവിതാണ്. ഇവരുടെയാണ് ജനനമരണ സംസാര ദുഃഖം പരിപൂർണമായി നീങ്ങിപ്പോണത്. പുനരാവർത്തി രഹിതമായ മുക്തി ഇവർക്ക് കിട്ടും. ഇവർക്ക് മാത്രം. മറ്റവരെല്ലാം പറഞ്ഞില്ലേ, ഈ പറഞ്ഞ കണക്ക് പുണ്യം എന്തോ കുറെ കാര്യങ്ങൾ ചെയ്ത് പുണ്യവാനായി ഉടനെ അടുത്ത സുരന്മാരായിട്ട്, അസുരന്മാരല്ല സുരൻ, പിന്നെ വന്നിട്ട് അസുരന്മാരായിട്ട്, ഇങ്ങനെ പല രൂപത്തിൽ ജന്മമുണ്ടല്ലേ. ഒരു എത്രയോ
തരത്തിൽ ജന്മങ്ങൾ നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഏതിലെങ്കിലുമൊക്കെ പോയി തൊങ്ങും. ഇത് തന്നെയാണ് ഈ കറക്റ്റ് വഴി പോയില്ലെങ്കിലുള്ള കുഴപ്പം. അതുകൊണ്ടാണ് നല്ലവർ പിന്നെ ചെന്നു എന്ന് പറഞ്ഞത്. ശരിക്കും ജ്ഞാനികളായിരിക്കുന്നവരുടെ അവർ പറഞ്ഞതിന് മാത്രമേ കേൾക്കാവൂ. ആ പറഞ്ഞ രൂപത്തിൽ തന്നെ നമ്മുടേതായ കയ്യിൽ നിന്നിട്ട് ഒരു കാര്യം ഇതിൽ ചെയ്യാതിരിക്കും. ഇതൊക്കെയാണ് ഇതിൽ പ്രധാനം. അങ്ങനെ വരുന്നവരെ പറ്റി പറയണമെങ്കിൽ അവരുടെ ഭവങ്ങൾ നിശ്ചയം ഇത് താനേ. അവസാനം നിർണയം പറഞ്ഞു പൂർണ്ണമായിട്ട്. ഇതാണ് ഒരു സിദ്ധാന്തപക്ഷം. ഈശ്വരാർപ്പണമായി ചെയ്യുന്ന നിഷ്കാമ കർമാനുഷ്ഠാനത്താൽ അന്ധകരണത്തിലുള്ള മലദോഷവും ഈശ്വരോപാസനയാൽ വിക്ഷേപദോഷവും നീങ്ങി തീവ്രമായ ജിജ്ഞാസയോടുകൂടി പെരിയോർകളെ അടൈந்து ஞானசத்குருവിനെ സ്വീകരിക്കണം. നൂൽവഴി നടന്ന് നല്ലവർ പിന്നെ ചെല്ല് എന്ന് പറഞ്ഞതിന് അർത്ഥം പറയുന്നു. ജ്ഞാനം സർവപ്രായശ്ചിത്ത രൂപമാകയാൽ ഇതിൻ്റെ സോപാനക്രമമായി അടഞ്ഞാലല്ലാതെ തൻ്റെ പ്രവൃത്തിയെ ഈശ്വരൻ്റെ പ്രവൃത്തിയായി പറഞ്ഞു നടന്ന് ദോഷം നീങ്ങുകയില്ലെന്ന് സാരം. ഇതിനർത്ഥം മനസ്സിലായ സുരേഷ്? ഇവിടെ പറഞ്ഞു നമുക്ക് ഏതിനും പരിഹാരം ജ്യോതിഷവും നിർദ്ദേശിച്ചുകൊണ്ട് നിൽക്കുകയില്ല. അല്ലേ? ഇപ്പൊ എന്തെങ്കിലും ഒരു വൈഷമ്യം ഉണ്ടായാൽ അറിവുള്ളവർ ചെയ്യുന്നത് അവിടെയാണ് പഠിക്കരുത് അല്ലേ? ജ്യോത്സ്യം പോയി കാണും. കബഡി വെച്ച് പറയുന്ന സത്യം തന്നെയാണ്, അതിൽ തെറ്റില്ല. കാരണം ആ സമയത്തുള്ള രാശി എടുത്ത് പറയുന്നതാണ്. പറഞ്ഞു കൊടുക്കും, അയ്യോ നിങ്ങൾക്ക് ആ മാതൃശാപമാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ പിതൃശാപമാണ് നീക്കിട്ട് കഴിഞ്ഞ പറഞ്ഞു പിതൃശാപമാണ് നിങ്ങൾ ഏറ്റിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം ജ്യോത്സ്യരെ എന്ന് ചോദിച്ചാൽ അത് പറഞ്ഞു കൊടുക്കും. അദ്ദേഹം പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ കാര്യം ചെയ്യും, സാധനങ്ങളൊക്കെ കറക്റ്റായി ചെയ്യുന്നുണ്ടോ, പ്രത്യേക ബലികർമ്മങ്ങളൊക്കെ ചെയ്യുന്നവരാണോ എന്നൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു കൊടുക്കും. അതിൽ കുറവുണ്ടെന്ന് കബഡി വെച്ച് തന്നെ അയാൾ പറയും. അതിൽ ചില പോരായ്മകളുണ്ട്, അപ്പോൾ ഇന്ന പോലെ വിധി പോലെ ഇത് ചെയ്യാൻ പറഞ്ഞു കൊടുക്കും. അങ്ങനെയൊക്കെ പറഞ്ഞ് ചെയ്തു കൊടുത്ത് ആ പ്രായശ്ചിത്തം ചെയ്യുന്ന രൂപത്തിൽ നമുക്കൊക്കെ അറിയാം. ഇവിടെ പറയുന്നത് ജ്ഞാനമാണ് പോലെ ഇതിൻ്റെ പ്രായശ്ചിത്ത രൂപം. മനസ്സിലായില്ലേ? സർവ്വവിധ പ്രായശ്ചിത്ത രൂപമായിട്ടാണ് ജ്ഞാനം ഇതിലിരിക്കുന്നത്. വാസ്തവത്തിൽ ജ്ഞാനം കൊണ്ടല്ല ഇത് ഒഴിയുന്നത്. ആരാ പറയും പോലെ കുറച്ചൊക്കെ എന്തോ ഒരു മാറിയത് പോലെയൊക്കെ തോന്നുന്നതാണ്, മാറില്ല. കാരണം അതിൻ്റെ മെയിൻ കാര്യം ഇരിക്കുന്നത് നമ്മിലാണ്, അജ്ഞാനമായിട്ട് ഇരിക്കുക. ഇത് മാറാതെ എങ്ങനെ മാറും? ശരി. അപ്പം അതുകൊണ്ട് അവർ പറയുന്നു, പ്രായശ്ചിത്തം വിധിച്ച് ജ്യോതിഷം നിൽക്കുന്നുണ്ട്. അതുപോലെ പല രൂപത്തിൽ പ്രഡിക്ഷൻസ് ചെയ്യുന്ന ആളുകളുണ്ട്. ആ രൂപത്തിൽ ഒരു വിഷമത്തിന് പ്രായശ്ചിത്തം ചെയ്ത് മാറ്റാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ഒരിക്കലും ഇല്ലെന്ന് ശ്രുതിശാസ്ത്രങ്ങൾ പറയുന്നു. എന്നിട്ട് പറഞ്ഞു, ഈ ജ്ഞാനമാണ് ഇതിൻ്റെ എല്ലാം പ്രായശ്ചിത്ത രൂപം. ശരിക്കുള്ള പ്രായശ്ചിത്തം ജ്ഞാനം കൊണ്ടുണ്ടാവും. നമുക്കറിയാം, ഒരു കുടുംബത്തിൽ ഒരു ജ്ഞാനി ഉണ്ടായാൽ 21 തലമുറയ്ക്ക് മോക്ഷം ഉണ്ടാവുന്നതെന്നാണ് കണക്ക്. മോക്ഷം എന്ന് വെച്ചാൽ ഊർജ്ജഗതി വരുന്നതിനാണ് പറഞ്ഞത്. അതിൽ ഈ 10 തലമുറ മുമ്പും 10 തലമുറ പിമ്പും ആ തലമുറയിലുള്ളവരെല്ലാം രക്ഷപ്പെടും. ഈ 10 തലമുറ മുമ്പുള്ളതിൽ തൂങ്ങിച്ചേർത്തവർ കാണും, വിഷം പിടിച്ചു ചേർത്തവർ കാണും, അകാല വൃത്തിയിലുള്ളവർ കാണും. ഇത്ര കാണും. ഇത് പ്രാധാന്യമാക്കളാണ്. ഇതെല്ലാം ഏതെങ്കിലും ഒരു രൂപത്തിൽ നമ്മളെ ഉപദ്രവിച്ച് തന്നെ നിൽക്കുക. അത് തന്നെയാണ് മനസ്സിൻ്റെ അശാന്തിക്ക് കാരണം, വേറെ ഒന്നുമല്ല. ഇങ്ങനെയുള്ള ഇതിനെല്ലാം നമ്മൾ പോയി വിഷമം കൂടി വരുമ്പോൾ പ്രായശ്ചിത്തമായിട്ട് എന്ത് ചെയ്യണമെന്ന് ജ്യോത്സ്യത്തിനടുത്ത് ചെല്ലും. ജ്യോത്സ്യം പറഞ്ഞു കൊടുക്കും, ഇപ്പോൾ ഇതാണ് കാരണം, നിങ്ങളിങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ നമ്മൾ കേട്ട് വരുന്നവരാണ്. പക്ഷെ ഇവിടെ പറയുന്നു, ഇതൊന്നും ഒരു പ്രായശ്ചിത്തമല്ല. ശരിക്കുള്ള പ്രായശ്ചിത്തം എന്ന് പറയുന്നത് ജ്ഞാനം തന്നെയാണ്. പറയുന്നു, ജ്ഞാനം സർവപ്രായശ്ചിത്ത രൂപമാകയാൽ ഇതിനെ ചൊല്ലിയ സോപാനക്രമമായി അടഞ്ഞാലല്ലാതെ തൻ്റെ പ്രവൃത്തിയെ ഈശ്വരൻ്റെ പ്രവൃത്തിയായി പറഞ്ഞ് നടന്ന് ദോഷം നീങ്ങുകയില്ലെന്ന് സാരം. യഥാർത്ഥത്തിൽ എൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കിക്കോളൂ. ഇനി അങ്ങോട്ട് കുറച്ച് നല്ല ഗഹനമായിട്ട് പോകാൻ പോവുകയാണ് സ്വാമി. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കോളൂ. വളരെ സങ്കീർണ്ണമായത്, വളരെ ആലോചിക്കുന്നവരും ഇതിൻ്റെ അർത്ഥങ്ങൾ വരും കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന ചെറിയൊരു അർത്ഥമല്ല ഇതിനുള്ളത്. വളരെ ഗഹനമായ ഒരു കാര്യം സ്വാമി പറഞ്ഞ മുടിവാണിത്. ഇതിലാണ് ഒന്നിനേഴ് മകനെ പുമാൻ.
എങ്ങനെയാണ് ഈ ജനന മരണ സംസാര ദുഃഖത്തിൽ നിന്ന് പരിപൂർണമായും നമ്മൾ പിന്നെ രക്ഷപ്പെടുന്നതെന്ന് ചോദിച്ചാൽ അതിനാണ് ഇവിടെ മറുപടി പറഞ്ഞിരിക്കുന്നത്. അതിനാദ്യം വേണ്ട എന്താണ് അല്ലേ? മുക്തികാംക്ഷ വേണം. ഇതാണ് മുമുക്ഷുത്വം. അത് 4 സാധനങ്ങളുള്ളവരാണ് ഈ സാധനജനിഷ്ഠ സമ്പത്തി ഉള്ളവരായിട്ട് പറഞ്ഞത്. അതിൽ 4ാമത്തെ സാധനം എന്തിനാണ്? മുമുക്ഷുത്വം. ഈ ജന്മം തന്നെ മുക്തിയടാണ്. ഇനി ഒരു ജന്മം എനിക്കിനി വേണ്ടാന്നൊക്കെയുള്ള രൂപത്തിൽ വരുന്നവരതാണ് അധികാരികളാണ്. അവർക്ക് വേണ്ടിയാണ് ഈ പറയുന്നത്. നമുക്കതിൽ ഒന്നും തോന്നാത്തതുകൊണ്ട് നമ്മളതിന് അധികാരികൾ ആയില്ല. പക്ഷെ ഇതിൻ്റെ ഗഹനമായ കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇതാണ് വേദത്തിൻ്റെ താല്പര്യം. സംശയരഹിത ബ്രഹ്മാത്മ നിശ്ചയം എന്ന് പറയാൻ കാര്യം ഈ സംശയം എന്ന് പറഞ്ഞാൽ മനസ്സാണ്. മനസ്സിൻ്റെ പ്രഭാവം കൂടുതൽ വരുന്നത് സംശയത്തിന് കാരണമാവും. മനസ്സിൻ്റെ പ്രഭാവം ഇല്ലാതെ പോയാൽ സംശയവും പോകും. ഈ മനസ്സിനെയാണ് നമ്മൾ ശോധന ചെയ്ത് കളയാറുള്ളത്. ഇതിലേക്ക് പറയുന്ന വൃത്തികളാണ്, സങ്കല്പങ്ങളാണ് മനസ്സ്. സങ്കല്പം മനഃ. ഈ സങ്കല്പത്തിൽ വേണ്ട, സങ്കല്പ രൂപത്തിൽ ഇതിനെ അഭിമുഖീകരിക്കാതിരുന്നാൽ മാത്രം മതി. ഈ സങ്കല്പ വികല്പ രൂപത്തിലാണല്ലോ സമാധി പങ്കപ്പെട്ടത്. നിർവികല്പമായിട്ട് ഇരിക്കാനേ പറ്റുന്നില്ല. ഒരു കൽപ്പനയും ഇല്ലാതിരിക്കാൻ പറ്റുന്നില്ല. ഉണ്ടോ? അതാണ് കൽപ്പന മാറ്റിക്കളയുന്ന ആരുടെ സങ്കല്പമാണ്. സങ്കല്പ വികല്പങ്ങൾ. ഒന്ന് സങ്കല്പിക്കും, പെട്ടെന്ന് വികല്പിക്കും, പിന്നെ ഒന്ന് സങ്കല്പിക്കും, പിന്നെ ഒന്ന് വികല്പിക്കും. നിർവികല്പം എന്ന് വെച്ചാൽ ഒരു സങ്കല്പവും ഇല്ലാതിരിക്കുന്ന ഒരു നില എന്നാണ് അർത്ഥം. അങ്ങനെ ഒരു നില ഇതിൽ സ്വാഭാവികമായിട്ടുണ്ട് സുരേഷേ. നമ്മൾ പ്രയത്നിക്കുകയെന്ന് വേണ്ട. പക്ഷെ അതിൻ്റെ കാര്യം വിവേകത്തോടു കൂടി ധരിച്ചാൽ മതി. അതാണ് പറഞ്ഞത് ബ്രഹ്മാത്മായ്ക്ക് നിശ്ചയം പറഞ്ഞത്. വേറെ ഒന്നും ഇതിൽ നിശ്ചയമായിട്ടിരിക്കുന്നു, തപസ് ചെയ്തോ അങ്ങനെ ഒന്നും ഇതിൽ ഇവർ പറയില്ല. കാരണം ഇത് കേവലം ആ വിവേകത്തിൻ്റെ ഒരു ദോഷം. വിവേകം ഇല്ലാത്തതുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നാണ് അവർ പറയുന്നത്. പക്ഷെ ആ വിവേകം എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ കൊടിയ കർമ്മങ്ങൾ 100 യുഗം ചെയ്യൽ കാണുമ്പോഴാണ്. എന്നിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞു ഇത് ചെയ്യേണ്ട വിചാരം നല്ലപോലെ ഏകാന്തത്തിൽ വിവേകിച്ച് നോക്കണം. അല്ലാതെ നമ്മൾ ചെയ്യുന്നതെല്ലാം എന്താണെന്ന് വേദത്തിന് അറിഞ്ഞില്ല. ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കാതെ ഇതിൻ്റെ ശരിയായ രൂപം എന്നുള്ളത് വിചാരം ഉത്ഭവിക്കുക. ഇതിൽ ചില സ്ഥലങ്ങളിൽ ഞാൻ വായിച്ച ഓർമ്മ എനിക്കുണ്ട്. ശ്രുതിയുടെ താല്പര്യം എന്ന് വെച്ചാൽ ശിഷ്യന്റെ ഹൃദയത്തിൽ സത്തർക്കം ഉദിപ്പിക്കലാണ്. സത്തർക്കം എന്ന് പറഞ്ഞ വിചാരം. ഈ വിചാരം ഇപ്പം എല്ലാവർക്കും മന്ദീഭവിച്ചു പോയി. ആ മന്ദീഭവത്തിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ സങ്കല്പ വികല്പങ്ങൾ അധികരിച്ചപ്പോൾ ഇതിൽ ആ ബുദ്ധി വിചാരം ശോഷിച്ചു പോയി. വാസ്തവത്തിൽ സങ്കല്പ വികല്പങ്ങൾ നടക്കുന്നത് ബുദ്ധി വിചാരം ഇല്ലാത്തതുകൊണ്ടാണ്, വിവേകം ഇല്ലാത്തതുകൊണ്ടാണ്. ഇല്ലാത്ത മുകൽക്കൊമ്പിനെ പറഞ്ഞ് കാടുകയറി ചിന്തിച്ച് വിഷമിക്കുന്ന സ്വഭാവം എല്ലാവർക്കും ഉള്ളത്. വാസ്തവത്തിൽ ആ മുകൽക്കൊമ്പ് ഇല്ല എന്ന് ധരിക്കുന്ന വിവേകം അവിടെ ആബ്സെന്റ് ആയതാണ് കാരണം. എല്ലാത്തിൻ്റെയും തുടക്കത്തിലുള്ള വിവേകം ഇല്ലാതെ പോയാൽ അത് സംബന്ധിച്ച് ഉത്ഭവിച്ച ഈ പ്രശ്നങ്ങൾക്ക് ഒരു കാലത്തും അവസാനിക്കാത്തതായി നിൽക്കും. അത് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ മൂലം നോക്കാം. ഇതിൻ്റെ റൂട്ട് ഏതാണ്? ഇതെവിടെ നിന്നാണ് പൊട്ടിയിരിക്കുന്നത്? അജ്ഞാനത്തിൽ നിന്നാണ് വിട്ടിരിക്കുന്നില്ല. അജ്ഞാനം എന്ന് പറഞ്ഞ അർത്ഥം എന്തിനാണ്? ആത്മാവായ തന്നെ ആത്മാവായിട്ട് ഉണരാതിരിക്കുന്നത് അജ്ഞാനം. ഇതിൻ്റെ റൂട്ട് അജ്ഞാനമാണ്. അജ്ഞാനത്തിൽ നിന്നുണ്ടായത് ജ്ഞാനമാവും? അതില്ല, അജ്ഞാനം തന്നെ. അതിൻ്റെ പല വെർഷൻസാണ്. അജ്ഞാനം തന്നെ പല വെർഷൻസിൽ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് ധരിക്കും. അരുൾ ചെയ്ത നൂൽ വഴി നടന്നത് ഇവിടെയൊക്കെ വളരെ ശ്രദ്ധിക്കാനുള്ളത് ആ പറയുന്ന സിദ്ധാന്ത പക്ഷത്തിൽ നിന്ന് മാറരുത്. സിദ്ധാന്ത ശ്രുതികളെ മാത്രമേ ആശ്രയിക്കാവൂ. മറ്റേ ഇപ്പോൾ കർമ്മകാണ്ഡവും ഉപാസനകാണ്ഡവും ഒക്കെ പറഞ്ഞില്ലേ, അതിൻ്റെയൊക്കെ അർത്ഥവും കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? അതൊരു പരിധി വരെ. അത് കഴിഞ്ഞാൽ ആ സിദ്ധാന്ത പക്ഷത്തിൽ വരണം. അതാണ് നല്ലവർ പിന്നെ ചെന്നു ആ ജ്ഞാനികളായിരിക്കുന്ന മഹാത്മാക്കളുടെ പുറകെ പോയി അവരുടെ ഉപദേശം തേടി അവർ പറയുന്ന രൂപത്തിൽ ചിന്തിച്ച് ഇങ്ങനെ ഉണരുന്ന ഒരു വിവേകിക്ക് മാത്രം ഈ ജ്ഞാനം ഉണ്ടാവും. അല്ലാത്തവർക്കും ഉണ്ടാവില്ല. അല്ലാത്തവർക്ക് എന്തൊക്കെ ഉണ്ടായതുപോലെ അവർ ഇരിക്കുമെന്ന് പറയുന്നത് അതെല്ലാം ഓരോ മൂഢ അവസ്ഥകളാണെന്ന് നമുക്ക് മുമ്പ് ഗുരുദേവൻ്റെ കാര്യം പറഞ്ഞു തന്നു. സുരേഷിന് ഓർമ്മയുണ്ടോ? ഗുരുദേവൻ ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരുന്നത് പറഞ്ഞതാണ്. ഒരാൾ പറഞ്ഞു കുറേ കാലമായിട്ട് ജലപാനം പോലും കഴിക്കാതെ ഒരാൾ ഇവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു ഗുരുദേവനോട്.
പറഞ്ഞു. അപ്പോൾ എന്തിനോട് അവിടെ ഇരിക്കട്ടോ, നമുക്ക് പോവാം, നമ്മൾ വന്ന കാര്യത്തിലേക്ക് പോവാം. അപ്പോൾ ഞാൻ പറ്റുള്ള സമയം അത് വലിയ ദിവ്യനാണെന്നുള്ള രൂപത്തിലൊക്കെ പറഞ്ഞപ്പോൾ വെറുതെ അവിടെ ചെന്നു. അദ്ദേഹത്തിന് പറഞ്ഞില്ലേ, മുട്ട് വെച്ചിട്ട് അയാളെ പിടിച്ച് ഞെളിച്ചപ്പോൾ അയാൾ ഉടനെ ചോദിച്ചു, എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. ഒന്നും അറിയുന്നില്ല സ്വാമി എന്ന് പറഞ്ഞു അപ്പോഴയാൾ. അപ്പോൾ സ്വാമി ചോദിച്ചതാണ്, ഒന്നും അറിയുന്നില്ല പിന്നെ എന്തിനാണോ ഇരിക്കുന്നത്, എഴുതിയിട്ട് പാടുമെന്ന് പറയും. ഇത്രയല്ല സ്വാമി ചെയ്തത്. അപ്പോൾ ഈ രൂപത്തിലെ സൂക്ഷ്മ തലങ്ങളിൽ പോലും ഒരുപാട് സ്ഥലങ്ങളുണ്ട് അജയ. അതുകൊണ്ടാണ് മഹത്വത്തിൽ പറയുന്നത്, അവരെ ആശ്രയിച്ച ഗുരുമുഖത്ത് തന്നെ പഴകി നിൽക്കണം, എങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെയുള്ള മഹാത്മാക്കളുടെ സഹവാസത്താൽ ശാന്തിയാദി വാസനകളെ കൈവശപ്പെടുത്തി. ശാന്തിയാദി വാസനകളെ നമ്മളിൽ ഇല്ല, അത് കൈവശപ്പെടുത്തണം. അവരോട് സഹകരിക്കുമ്പം ആ ശാന്തിയാദി വാസനകൾ നമുക്ക് വന്നു ചേരും. കൈവശപ്പെടുത്തി ക്രോധാദി മലിനവാസനകളെ ഒഴിച്ചു വിവേകരായി. ക്രോധാദി മലിനവാസനകളെല്ലാം നമ്മുടെ വാസനാവിശേഷമായിട്ട് പൂർവ്വജന്മാർജിതമായിട്ട് നിൽക്കുകയാണ്. അത് ഒഴിയില്ലല്ലോ, അതാണ് ജ്ഞാനം ഉണ്ടാവും. അപ്പൊ അതിനെയെല്ലാം ഒഴിച്ചു. വിവേകരായ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ആത്മാനാത്മ വിചാരമുള്ളവരായെന്നാണ്. ആത്മാനാത്മാക്കൾ പിരിച്ചറിയുന്ന രൂപത്തിലുള്ള വിചാരമുള്ളവരായി മാറി. എപ്പോഴും അവർ വിചാരവാന്മാരാണ്. എന്നിട്ട് പറഞ്ഞു, ചരിത്തമായെ തള്ളി, അവിവേകത്താൽ ഉണ്ടായ ഭേദബുദ്ധിയെ തള്ളി. അവിവേകത്താൽ ഉണ്ടായത് ലോകമൊന്നുമല്ല, ഭേദബുദ്ധിയാണ്. ആ ഭേദബുദ്ധിയെ രണ്ടൊന്ന് തോന്നിപ്പിച്ച് ദ്വൈതമാക്കി. ദ്വൈതമാണ് ആദ്യം ഉണ്ടായത്. ഏതിൻ്റെ ഫലമായിട്ട്? അവിവേകത്തിൻ്റെ ഫലമായിട്ട്. ശരിക്കുള്ള വിവേകം ഇല്ലാത്തതുകൊണ്ട് മരത്തിനെ വേറെ ഒന്നായിട്ട് കണ്ടു. താൻ തന്നെയാണ് എന്ന് കാണാൻ കഴിഞ്ഞില്ല എന്നർത്ഥം. താൻ തന്നെയാണെന്ന് കാണാൻ കഴിയാതിരിക്കുന്നതിനാണ് വേദം എന്ന് പറഞ്ഞു, വേറൊരു രൂപത്തിൽ കണ്ടു. അപ്പൊ താൻ തന്നെയാണെന്ന് ഇങ്ങനെ കാണാൻ പറ്റുമോ? അത് ഒരു ശാസ്ത്രങ്ങൾ പറയുന്നു, അതിൻ്റെ ഉപാധികളെ നീക്കി അതിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന സത്യമായിരിക്കുന്ന ആത്മാവിനെ ദർശിക്കണം, എങ്കിലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ ഉപാധി സംബന്ധമായിട്ട് പറയണമെങ്കിൽ ഭേദമുള്ളത് തന്നെ. പക്ഷെ ഉപാധി ജഡമാണ്. ആ ജഡമായിരിക്കുന്നതിനെ നമ്മൾ കണക്കാക്കണ്ടല്ലോ. അതുകൊണ്ട് ജഡത്തെ വിട്ടുകൊണ്ട് ആ ചൈതന്യ മാത്രത്തെ എടുത്ത് നോക്കുമ്പോൾ എല്ലാം ഒന്ന് ആ രൂപത്തിൽ ഇതിന് വരണം. അതാണ് ജ്ഞാനം ഉണ്ടായി എന്നൊക്കെ പറയുന്നത്. വേദം നീങ്ങി ഈ രൂപത്തിലാണ് ആ ജ്ഞാനത്തെ അടഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അടുത്ത പദ്യം എന്ന് പറഞ്ഞാൽ 63. இந்த ஞானந்தான் வருவதெப்படியெனில் இடைவிடா விசாரத்தால் வந்தடைந்திடும். விசாரந்தான் ஏதெனில் மனாதியாம் சரீரத்தில் இந்த நான் எவன், சித்தது ஜடமது இரண்டும் ஒன்றாக கூடும் பந்தமெது வீடது என உஜாவுதல் பகர் விசாரம் அதாகும். இந்த ஞானந்தான் வருவதெப்படி என்றால் இடைவிடா விசாரத்தால் வந்தடைந்திடும். விசாரந்தான் ஏதெனில் அனாதியாம் சரீரத்தில் இந்த நானவன் சித்தது ஜடமெது இரண்டும் ஒன்றாக கூடும் பந்தமேது வீடேதன உஜാവുതൽ പകൽ വിചാരമതാകും. വ്യാഖ്യാനം പറഞ്ഞത്, இந்த ஞானந்தான் സംസാര നിവൃത്തിക്ക് കാരണമായ മുമ്പ് പറഞ്ഞ ബ്രഹ്മ ഐക്യജ്ഞാനം വരുവതെപ്പടിയെങ്കിൽ, വരുന്നത് എങ്ങനെയെന്ന് നീ മുഖ്യ ഉപായത്താൽ എന്ന് നീ സംശയിക്കുന്നു എങ്കിൽ, വരുന്നത് എങ്ങനെയുള്ള മുഖ്യോപായത്താലാണെന്ന് നീ സംശയിക്കുന്നു എങ്കിൽ, ഇടവിടാ വിചാരത്താൽ നിരന്തരം വളരെ കാലം ശ്രദ്ധാഭക്തി വൈരാഗ്യത്തോടുകൂടി ചെയ്യുന്ന വിചാരത്തിനാൽ വന്നു ചേരും. വിചാരം താൻ ഏതെനിൽ, വിചാരത്തിന്റെ സ്വരൂപം എങ്ങനെയാണെന്ന് നീ സംശയിക്കുന്നുവെങ്കിൽ, இந்த മനാദിയാം ശരീരത്തിൽ, ഈ മനസ്സ് തുടങ്ങിയ മുതലായ ശരീരത്രയങ്ങളിൽ ഞാൻ എവൻ, അഹം ശബ്ദാർത്ഥമായി നിൽക്കുന്നത് ഏതാണ്, ചിത്തേത്, ഇവകളിൽ ചിത്തായിരിക്കുന്നത് ഏത്, ചടം ഏത്, ജഡമായിരിക്കുന്നത് ഏത്, ഈ രണ്ടും ഒന്നാകെ കൂടും പന്തമേത്, ചിജ്ജനങ്ങൾ രണ്ടും തപ്തായ പിണ്ഡം പോലെ ഒന്നായിരിക്കുന്ന ആ ബന്ധം ഏത്, വീടേത്, മോക്ഷമാകുന്നത് ഏത്,
ഏന ഉജാവുതൽ എന്ന് നിരന്തരം ആഴത്തിൽ ആരായുന്നതാണ് പകർ വിചാരമതാകും. ശാസ്ത്രങ്ങളാലും മഹത്തുക്കളാലും മഹാത്മാക്കളായ ജ്ഞാനസദ്ഗുരുക്കളാലും ഉപദേശിക്കുന്നതാണ് വിചാരമെന്ന് പറയുന്നത്. ജ്ഞാനത്തിന് ശ്രവണാദികൾ കാരണം എന്ന് വേദാന്ത ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ പറയാതെ ഇടവിടാ വിചാരത്താൽ വന്നടൈന്തിടും വിചാരം താൻ ഞാനെവൻ ചിത്തത് ജഡമത് എന ഉജാവുതൽ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നതിന് കാരണം എന്താണെന്നാണെങ്കിൽ വിവേകം, വൈരാഗ്യം, ശമാധിഷൽക്ക സമ്പത്തി, മുമുക്ഷുത്വം ഇവകൾ 4ഉം, ശ്രവണമനന നിധിധ്യാസനങ്ങൾ 3ഉം, ത്വംപദാർത്ഥ പരിശോധന 1ഉം, അങ്ങനെ ഈ 7 അന്തരംഗ സാധനമെന്നും യജ്ഞാദി കർമ്മങ്ങൾ ബഹിരംഗ സാധനമെന്നും ചൊല്ലപ്പെടും. അവകളിൽ ജിജ്ഞാസുവിന് ബഹിരംഗ സാധനങ്ങൾ ആവശ്യമില്ല, അന്തരംഗ സാധനങ്ങൾ ആവശ്യം വേണം. ജ്ഞാനത്തിൽ ഏത് പ്രത്യക്ഷ പ്രയോജനത്തെ ഉണ്ടാക്കുമോ അതിനെ അന്തരംഗ സാധനം എന്ന് പറയും. വിവേകാദികളില്ലാതെ ബഹിർമുഖമുള്ള പുരുഷന് ശ്രവണം പാടില്ലാത്തതിനാൽ വിവേകാദി 4ഉം ശ്രവണത്തിനുള്ളത്. അതുപോലെ ശ്രവണാദികളില്ലാതെ ജ്ഞാനം ഉണ്ടാകാത്തതിനാൽ ശ്രവണമനന നിധിധ്യാസനങ്ങളുടെ ഉപയോഗം ജ്ഞാനത്തിനുള്ളത്. അതുപോലെ തൽപദാർത്ഥങ്ങളെ അറിഞ്ഞാലല്ലാതെ അവേദ ജ്ഞാനം ഉണ്ടാകുകയില്ല. ഇപ്രകാരമുള്ള സംഗതികളാൽ വിവേകാദി 4 സാധനങ്ങളുടെ ഉപയോഗം ശ്രവണത്തിനും ശ്രവണാദി 4 സാധനങ്ങളുടെ ഉപയോഗം ജ്ഞാനത്തിലും ഇരിക്കുന്നതിനാൽ 8ഉം അന്തരംഗ സാധനങ്ങൾ എന്നും. 8ഉം അന്തരംഗ സാധനങ്ങൾ. ഏതൊന്ന് ജ്ഞാനത്തിൽ അല്ലെങ്കിൽ ശ്രവണത്തിൽ പ്രത്യക്ഷ പ്രയോജനത്തെ ചെയ്യാതെ അന്ധകരണ ശുദ്ധിക്ക് വേണ്ടിയുള്ള പ്രയോജനത്തെ ചെയ്യുന്നതായി ഇരിക്കുന്നു, അത് ജ്ഞാനത്തിന് ബഹിരംഗ സാധനമെന്ന് പറയപ്പെടും. ഇങ്ങനെയുള്ളവ യജ്ഞാദി കർമ്മങ്ങളാകുന്നു. എങ്ങനെയും യജ്ഞാദി കർമ്മങ്ങൾ സംസാരത്തിൽ സാധനങ്ങളാകയാൽ അവകളാൽ അന്ധകരണ ശുദ്ധി ഉണ്ടാകുമെന്ന് പറയുന്നതും ശരിയല്ല. സകാമ പുരുഷൻ അവകൾ സംസാരത്തിന് ഹേതു തന്നെയാകുന്നു. എന്നാൽ നിഷ്കാമകർമ്മം ചെയ്യുന്നവർക്ക് അന്ധകരണ ശുദ്ധി വഴിയായി ജ്ഞാനത്തിന് ഹേതുവാകുന്നതിനാൽ ബഹിരംഗ സാധനമെന്നും വിവേകാദികൾ അന്തരംഗ സാധനമെന്നും ചൊല്ലപ്പെടും. വിചാരിച്ചു നോക്കിയാൽ ജ്ഞാനത്തിന് മുഖ്യ അന്തരംഗ സാധനം തത്വമസി മഹാവാക്യമാകുന്നു, ശ്രവണാദികളുമല്ല. എന്തുകൊണ്ടെന്നാൽ യുക്തികളാൽ വേദവാക്യങ്ങളുടെ താല്പര്യ നിശ്ചയം ശ്രവണമെന്ന് പറയും. ജീവബ്രഹ്മങ്ങളുടെ അഭേദത്തിന് സാധകവും ഭേദത്തിന് ബാധകവുമായ യുക്തികളാൽ അദ്വിതീയ ബ്രഹ്മത്തിന്റെ ചിന്തന മനനമെന്ന് ചൊല്ലപ്പെടും. അനാത്മാകാര വൃത്തിയുടെ ബാധയും ബ്രഹ്മാകാര വൃത്തിയുടെ അനുസന്ധാനത്തിലും ബ്രഹ്മാകാര വൃത്തി സ്ഥിതി നിധിധ്യാസനമെന്ന് ചൊല്ലപ്പെടും. നിധിധ്യാസനത്തിന്റെ പരിഭാഗാവസ്ഥയെ സമാധി എന്ന് പറയും. അതിനാൽ സമാധിയും നിധിധ്യാസനത്തിൽ അന്തർഭവിച്ചിരിക്കുന്നു. ശ്രവണമരണ നിധിധ്യാസനങ്ങൾ ജ്ഞാനത്തിന് സാക്ഷാത് സാധനങ്ങൾ അല്ല. പിന്നെ എങ്ങനെയെന്നാണെങ്കിൽ ബുദ്ധിയുടെ ദോഷമായ അസംഭാവന വിപരീത ഭാവനകളുടെ നാശമാകുന്നു. വലിയ ഗഹനമായ സംഭവമാണ് ഈ പദ്യത്തിലൂടെ വെളിവാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് ഇത്രയും മനസ്സിലാക്കുക. ഈ ജ്ഞാനം എങ്ങനെ വരുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇടവിടാ വിചാരത്താൽ വന്നടൈന്തരോ. ബഹുകാലം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? അപ്പൊ വളരെ കാലം ശ്രദ്ധാഭക്തി വൈരാഗ്യത്തോടു കൂടി ചെയ്യുന്ന വിചാരത്തിനാണ്. അതാണ് വിചാരം എന്ന് പറഞ്ഞാലും അവിടെ ശ്രദ്ധ, ഭക്തി, വൈരാഗ്യം. അപ്പോൾ ഈ രൂപത്തിലായിരിക്കണം ഈ വിചാരവും ഇവിടെ ചെയ്യാനുള്ളത്. പണ്ട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഈ പ്രാണായാമത്തിന് ഈ പറയുന്ന ശക്തിയായിട്ടുള്ള നിയമാദികളൊക്കെ വേണം, ജ്ഞാനത്തിന് അത് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലർ പറയും. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ കണിശം പറയുന്നു, ഇവിടെയും ഈ പറയുന്ന 3ഉം വേണം. അതൊക്കെ
ഏതൊക്കെയാണ്? ശ്രദ്ധാഭക്തി വൈരാഗ്യം. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ എന്തിനാണ് സുരേഷ്? വേദാന്ത ശാസ്ത്രങ്ങളിൽ വരുന്ന പ്രിയം, വേദാന്ത, അതായത് പ്രമാണം എന്ന് പറയുന്നത് വേദമാണ്. പ്രമാണങ്ങളിൽ ഇരിക്കുന്ന വിശ്വാസം ഒന്നത്. ഭക്തി എന്ന് വെച്ചാൽ ഇതിനെ എപ്പോഴും അനുസന്ധാനം ചെയ്യുന്ന ഒരു സ്വഭാവം. 3 വൈരാഗ്യം, വിരക്തി, രാഗമില്ലായ്മ. ഇങ്ങനെ 3 കാര്യങ്ങൾ ചേർന്ന് ഈ വിചാരം ഇതിൽ ഉണ്ടായാൽ അവർ പറഞ്ഞ അപ്പോഴ് ഫലം, അപ്പോഴ് തന്നെ അതിൻ്റെ ഫലമായിട്ടുള്ള ജ്ഞാനം അവിടെ സംഭവിക്കും. ഇപ്പോൾ എന്ത് പറ്റും? വിചാരമുണ്ട്, പക്ഷേ അതിൽ ജ്ഞാനം ഉണ്ടാകുന്നില്ലെങ്കിൽ ഈ പറയുന്ന 3 കാര്യങ്ങൾ, ശ്രദ്ധാഭക്തി, വിരാഗം എന്നുള്ള 3 കാര്യങ്ങളിൽ എന്തോ ഒരു കുഴപ്പമുണ്ടെന്നാണ് അർത്ഥം. ശ്രദ്ധയില്ലായിരിക്കും, ചിലപ്പം ഭക്തി കുറവായിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ വൈരാഗ്യമില്ലായിരിക്കും, വിഷയങ്ങളിൽ വിരക്തി, വിഷയവൈരാഗ്യം കുറവായിരിക്കും. ഇനി ഏതെങ്കിലും രൂപത്തിൽ ഒരു പോരായ്മ ഇതിൽ നിന്നിട്ടാണ് ആ വിചാരം ഉള്ളവർക്ക് പോലും ഈ ജ്ഞാനത്തെ പൂർണ്ണമായും കൊടുക്കാത്തത്. അതാണ്. അപ്പം ശ്രദ്ധാഭക്തി വൈരാഗ്യത്തോടുകൂടി നിരന്തരം എന്ന് പറഞ്ഞു ചിരകാലം ഇങ്ങനെ ചെയ്യുന്ന അഭ്യാസത്തിൽ ഈ വിചാരത്തിന്റെ ഫലമായിട്ട് ജ്ഞാനം ഉണ്ടാകും. ഇത് ജ്ഞാനം താൻ വരുവതെപ്പടിയെനിൽ ഇടവിടാ വിചാരത്താൽ വന്നടയിടും. ഇനി പറയുന്നത് ആ വിചാരത്തെ പറ്റി പറയുന്നത്. എന്താണ് ഈ വിചാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് സ്വാമി ചോദിക്കുന്നതായിട്ട് വെച്ചിട്ട് പറയണം. ഈ വിചാരം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, മനാദിയാം ശരീരത്തിൽ, മനസ്സ് തുടങ്ങിയിരിക്കുന്ന ഈ ശരീരത്തിൽ നമുക്കറിയാം 3 ശരീരങ്ങളാണ്. ശരീരത്രയം അല്ലേ, എന്നല്ലേ പറയാം. അതിലൊരു സൂക്ഷ്മ ശരീരം, സ്ഥൂല ശരീരം, കാരണ ശരീരം. ഈ ശരീരത്രയങ്ങളിൽ പറയുന്നു ഈ ഞാനെന്ന് പറയുന്നത് ഏതിനെയാണ്? ഇത് ഞാനവൻ. ഈ ഞാനെന്ന് പറയുന്നത് ഏതിനെയാണ് പറയുന്നത്? സ്ഥൂലത്തിലിരുന്നു പറഞ്ഞു ഞാൻ. ആ സ്ഥൂല ശരീരത്തിന് അല്ലെന്ന് നമുക്ക് പറയാൻ പറ്റും. എങ്ങനെയാണ്? സൂക്ഷ്മ ശരീരം വരുമ്പോഴും ഞാനെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സൂക്ഷ്മ ശരീരമാണോ ഞാനെന്ന് എടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, കാരണ ശരീരത്തിൽ ഇരുന്നു ആ ഞാനെന്നുള്ള പറയുന്നില്ലെങ്കിലും ആ അനുഭവം അവിടെ ഉണ്ട്. ഈ 3 ശരീരത്തിലും ഈ ഞാനെന്ന് നിൽക്കുന്നത് ഏതിനെയാണ്? ഏതാണ് ഞാൻ? ആരാണ് ഈ ഞാൻ? ഇതാണ് വിചാരത്തിൻ്റെ 1 നമ്പർ 1. അനാദിയാം ശരീരത്തിൽ നിന്ന് ഞാനിവൻ. 2ാമത് ചിത്തത്. ചിത്തെന്ന് പറഞ്ഞാൽ സ്വപ്രകാശമായിരിക്കുന്നതിനെയാണ് ചിത്തെന്ന് പറയുന്നത്. നമുക്കറിയാം സൂര്യൻ സ്വപ്രകാശമെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സൂര്യനും സ്വപ്രകാശമില്ലെന്നാണ് വേദാന്ത സിദ്ധാന്തം. കാരണം ഈ സൂര്യനെ കൂടെ വിളക്കിയിരിക്കുന്നത് ഈ ആത്മാവാണ് പോലും. വാസ്തവത്തിൽ സൂര്യൻ വിളങ്ങുന്നത് ആത്മാവിനാലാണ്. ഈ ഞാനാണ് ഈ സൂര്യനെ വിളക്കിയിരിക്കുന്നത്. വിശ്വസിക്കുവാണെങ്കിൽ ഇല്ല. അപ്പോൾ ഇതിൽ ചിത്തെന്ന് പറഞ്ഞാൽ സ്വപ്രകാശ രൂപമായിരിക്കുന്ന ആ ചിത്തെന്ന് പറയുന്നത് ഏതിനെയാണ്? എന്തിനാണ് സുരേഷ് പറഞ്ഞത്? ഈ വിചാരത്തെ പറയാണ്. എന്താണ് വിചാരം? താനേതനിൽ. എങ്ങനെയാണ് വിചാരിക്കേണ്ടത്? എന്താണ് വിചാരം എന്ന് ചോദിക്കുകയാണെങ്കിൽ പറയാണ്, മനാദിയാം ശരീരത്തിൽ നിന്ന് ഞാനവൻ, ചിത്തത് ജഡമത്. ഈ ജഡമെന്ന് പറയുന്നത് എന്താണ്? ഇതിൽ ജഡമായിരിക്കുന്നത് ഏതാണ്? ഈ സ്വപ്രകാശമല്ലാതിരിക്കുന്നത് ഏതാണ്? ഇനി പറയുന്നു ഈ ചിത്തും ജഡവും ഈ സ്വപ്രകാശമായിരിക്കുന്നതും ഈ സ്വപ്രകാശം ഇല്ലാതിരിക്കുന്നതുമായി ഇവർ തങ്ങളിൽ എങ്ങനെ ബന്ധമുണ്ടായി? ഇവർ തങ്ങളിൽ എങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു? അനാദ്യം ശരീരത്തിൽ നിന്ന് നാനവൻ ചിത്തത് ജഡമത് ഇരണ്ടും ഒന്നാകെ ചേരും. ഇത് രണ്ടും കൂടെ കൂടിച്ചേർന്നിരിക്കുന്ന ബന്ധം എന്ന് പറയുന്നത് എന്തിനാണ് ബന്ധം എന്ന് പറയുന്നത്? ഇതിനെ വിചാരിച്ച് നോക്കുന്നതിനെയാണ് ഒരു പറയുന്നത് വിചാരം. ഇതിനെപ്പറ്റി വിവേകിക്കുന്നതിനെയാണ് പറയുന്നത് വിചാരം. അല്ല, വിചാരം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. അനാദ്യം ശരീരത്തിൽ നിന്ന് നാനവൻ ചിത്തത് ജഡമത് രണ്ടും ഒന്നാകെ ചേരും. ബന്ധമേത് വീടേത്
യഥ ഉജാവുതൽ. ഇത് നിരന്തരമായിട്ട് ഇതിനെ തന്നെ ചിന്തിച്ചിരിക്കുന്നതിനെയാണ് പറയുന്നത് തപസ്. ഇത് തന്നെയാണ് ധ്യാനം, ഇത് തന്നെയാണ് സവികൽപ്പ സമാധി പഴകൾ. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. തത്വമസി ഇവിടെ വരണം. തത്വമസിയുടെ ലക്ഷ്യാർത്ഥമായിട്ടിരിക്കുന്ന കാര്യങ്ങൾ ഗുരുമുഖത്തിൽ നിന്ന് വരണം. വന്ന് കേട്ട് ആയിട്ടാണ് ആ ഒരു ചിന്ത ഇതിൽ പുരോഗമിക്കുന്നത്. അപ്പോൾ ഗുരു പറഞ്ഞു തരും, സത്യത്തിൽ ഇത് രണ്ടും കൂടെ ഒന്നായിട്ട് ചേർന്നിട്ടില്ലെന്ന്, വെറുതെ തോന്നുന്നതാണ്. വാസ്തവത്തിൽ ചിത്തല്ലാതെ ഒന്നും ഇല്ലെന്ന്, മറ്റതെല്ലാം കേവലം കൽപ്പനാജന്യം മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് അവർ നമ്മളെ ഇത് സാധൂകരിക്കും. സുരേഷ, ഇതിൽ വലിയ ആശയങ്ങളാണ്. നിങ്ങൾ ഇത് വേറെ എന്തോ തരത്തിൽ നോക്കി കാണരുത്. ഇത് ഭയങ്കരമായി നമ്മളെ ടച്ച് ചെയ്തൊരു സംഭവത്തെ പറഞ്ഞു വെച്ച് ശ്രുതി. ഇതാണ് നമുക്ക് ചെയ്യാനുള്ള ധ്യാനം. ഇതാണ് വാസ്തവത്തിൽ ഈ വിചാരമാണ് ഈ ജ്ഞാനത്തിന്റെ അന്തരംഗ സാധനം. ഈ അന്തരംഗ സാധനമായിട്ട് ഈ ബഹിരംഗ സാധനമായിട്ട് പറഞ്ഞതെല്ലാം മനസ്സിനെ ഒന്ന് ശാന്തപ്പെടുത്താൻ. മനസ്സ് മറ്റു കാര്യങ്ങളിൽ വ്യാപരിച്ചാൽ എങ്ങനെ ഇതിൽ ചിന്തിക്കാനായിട്ട് നമുക്ക് സമയം കിട്ടും? അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. അതുകൊണ്ട് മറ്റൊരു കാര്യം അതാണ് വിരക്തി പറഞ്ഞത്. വിരക്തി പറഞ്ഞതിന്റെ കാരണം ലോകകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എപ്പോഴും മനസ്സിനെ ഇളക്കിക്കൊണ്ടിരിക്കരുത്. അതിനു വേണ്ടിയിട്ടാണ് അവിടെ ആദ്യം പറഞ്ഞത് ബഹിരംഗ സാധനമായിട്ട് ഈ ശാന്തിയാദികൾ. ഇത് തന്നെയാണ് ഉപാസന. യജ്ഞങ്ങളും മറ്റൊക്കെ ചെയ്യുന്നില്ല, അതൊക്കെ അതിനുവേണ്ടി വേണം. പക്ഷേ അവർ പറയുന്നു അതും സാധ്യമല്ലെന്നാണ് പറഞ്ഞത്. വേദത്തിന്റെ ശരിക്കുള്ള നിഷ്കർഷയിൽ കേവലം ഇത് മാത്രമേ ഉള്ളൂ. ഇത് മാത്രം ഈ വിചാരമല്ലാതെ വേറെ ഒന്നും തന്നെ ഇത് ജ്ഞാനത്തിലേക്ക് കൊണ്ടുപോവില്ല. മറ്റതെല്ലാം വീണ്ടും വീണ്ടും ഭൗതികത്തിലേക്ക് കൊണ്ടുപോകും. വീണ്ടും വീണ്ടും പല തരത്തിലുള്ള പിറപ്പിലേക്ക് കൊണ്ടുപോകും. അതിൽ മുക്തി എന്ന് പറഞ്ഞാൽ പുനരാവർത്തി രഹിതമായിട്ട് വരുന്ന വറുത്ത വിത്ത് പോലെ ആവണം. ഇനി മുളയ്ക്കരുത്, ആ നിലയിലേക്ക് മാറ്റണം. ആര്? ഈ സൂക്ഷ്മ ശരീരത്തെ. സൂക്ഷ്മ ശരീരത്തെ പറ്റി ഒന്ന് പറയാം. അതായത് നമുക്കറിയാം കാരണ ശരീരമാണ് അവിദ്യ ഉടൽ എന്ന് വേദം പറയുന്നു. അതാണ് സുഷുപ്തിയിൽ ഇരിക്കുന്ന ശരീരം. അത് കഴിഞ്ഞ് സ്ഥൂല ശരീരവും നമുക്ക് അറിയാൻ സാധിക്കും. അതാണ് ഈ പറയുന്ന സ്ഥൂലമായിരിക്കുന്ന ദേഹവും അത് സംബന്ധിച്ചുള്ള ഒരു കാര്യം. അതാണ് സ്ഥൂല ശരീരം. ഈ സൂക്ഷ്മ ശരീരം 17 അവയവങ്ങളോടുകൂടി നിൽക്കുകയാണ്. ഇതിന് മരണമില്ല ഇതിന് യഥാർത്ഥത്തിൽ. പിന്നെ ഇതിന്റെ മരണം പറയുന്നത് എങ്ങനെയാണ്? ഇതിന്റെ ഇല്ലായ്മ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഈ സ്വരൂപത്തിൽ പോയി ഒട്ടിക്കളയും, ചേർന്ന് കളയാം. സ്വരൂപത്തോട് ചേർന്നെങ്കിൽ ഇല്ലാതായി മറ്റേതെല്ലാം നശിക്കുകയാണ്. ഇതിന് നാശം അങ്ങനെയല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് മരിക്കുമ്പോഴാരും മരിക്കുന്നില്ല എന്ന് പറയാൻ കാരണം എന്താണ്? യഥാർത്ഥത്തിൽ നമ്മളിവിടെ സൂക്ഷ്മ ശരീരങ്ങൾ, സൂക്ഷ്മത്തിൽ നമ്മൾ ഇരിക്കുകയാണ്. അതിന് ഒരു ഉൾപ്പെടുത്തിട്ടതാണ് ഈ സ്ഥൂല ശരീരം, അല്ലേ? ഒരു ഉൾപ്പെടുത്തിട്ടിരിക്കുക. ഉടുപ്പാണ് നശിച്ചു പോയത്, മറ്റാൾ അങ്ങനെ ഇരിക്കുകയാണ്. അതാണ് അടുത്ത ശരീരം സ്വീകരിക്കാൻ വേണ്ടി അത് പോകുന്നത്. 17 അവയവങ്ങളോടുകൂടിയാണ് സഞ്ചരിക്കുന്നത്. നമുക്ക് പറഞ്ഞു തന്നു, വേദത്തിൽ അത് പറഞ്ഞു തന്നു. അറിയാം നിങ്ങൾ 17 അവയവങ്ങൾ. അതാണ് ഇന്ദ്രിയങ്ങൾ 5, പ്രാണങ്ങൾ 5, കർമ്മേന്ദ്രിയങ്ങൾ 5, അന്ധക്കരണം 2 പറഞ്ഞു. 5, 5, 10, 15, 2, 17 അവയവം. ഇതാണ് 17 അവയവം. ഈ അവയവത്തോടു കൂടിയാണ് ഈ സൂക്ഷ്മ ശരീരം ഇരിക്കുന്നത്. ഈ ശരീരമാണ് നശിക്കാതിരിക്കുന്നത്. അതിനിപ്പോൾ അതുകൊണ്ടാണ് ഒരാൾ ആത്മഹത്യ ചെയ്ത് കളഞ്ഞാൽ പിന്നെ മോക്ഷം കിട്ടാത്തത്. ശരീരം ഈ ഉൾപ്പല്ലെങ്കിലും പോയത് മറ്റവൻ അങ്ങനെ ഇരിക്കുകയാണ്. അതിരിക്കുന്ന സജീവമായിട്ട് ഇത് ജ്ഞാനത്തിലല്ലാതെ പോകില്ല. ആ ജ്ഞാനം കൊണ്ട് എങ്ങനെ പോകുമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, ഉലയിരുമ്പുണ്ട നീർപ്പോൾ തുര്യമായി വിഭവമായി നിന്റെ സ്വരൂപത്തിൽ ഇറന്നു പോമേ, ഐക്യപ്പെട്ടു പോയി ചങ്ങൾ ചേർന്നില്ലാതെ. അങ്ങനെ മാത്രമേ സൂക്ഷ്മ ശരീരം നശിക്കുന്നുള്ളൂ. ഈ സൂക്ഷ്മ ശരീരം ഇരിക്കുന്നത് വരെയും ഇത് ഇങ്ങനെ പല രൂപത്തിൽ പല ഉടുപ്പുകളിട്ട് വെളിയിൽ വരുന്നത്. ഇത് മൃഗങ്ങളായിട്ടും എല്ലാമായിട്ടിരിക്കുന്ന ഇത് തന്നെ. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ജ്ഞാനമല്ലാതെ
ഇത് ഒരു പ്രായശ്ചിത്തവും ഇല്ല. ഈ ജനന മരണ സംസാര ദുഃഖത്തിൻ്റെ പ്രായശ്ചിത്തം ജ്ഞാനം കൊണ്ടേ വരുള്ളൂ. അതും ബ്രഹ്മ ഐക്യ നിശ്ചയം ജ്ഞാനം. അത് എങ്ങനെ വരും? ശ്രദ്ധാഭക്തി വൈരാഗ്യത്തോടു കൂടി ചെയ്യുന്ന വിചാരം, ആ വിവേകം കൊണ്ട്, ആ വിചാരത്തെ പറ്റി പറഞ്ഞു. ഈ മനാദിയാം ശരീരത്തിൽ ഞാൻ ആരാണ്, ചിത്തേതാണ്, ജഡമെന്ന് പറയുന്നത് എന്തിനെയാണ്, ഈ ചിത്തും ജഡവുമായിട്ട് ചേർന്നിരിക്കുന്ന ഒരു ബന്ധം ഇതിലെങ്ങനെ ഉണ്ടായി, ഇതിനെപ്പറ്റി നിരന്തരമായിട്ട് ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതിനെയാണ് തപസ് എന്നത്. ഇങ്ങനെയാണ് ധ്യാനം. ഇതാണ് സവികല്പ സമാധി. ഇങ്ങനെ പഴകി വരുന്നവർക്ക് ഈ നിർവികല്പ സമാധി വസ്തുതന്ത്രമായി ഉണ്ടാവുന്നതാണ്. വസ്തുതന്ത്രം എന്ന് വെച്ചാൽ നമ്മുടെ ബലപരീക്ഷണങ്ങൾ കൊണ്ടല്ല അജയാതെ ഉണ്ടായത്. അതാണ് ഈശ്വരാനുഗ്രഹത്തിൽ, ഗുരുവാനുഗ്രഹത്തിൽ വന്നു ചേരുന്നത്. അതുകൊണ്ട് ചെന്ന് ചേരും. അങ്ങനെ ചെന്ന് ചേർന്ന് കണ്ടവരാണ് പോലും ജ്ഞാനികൾ. അവരുടെ ജ്ഞാനമാണ് അവരെ പിന്നീട് ഈ വെളിയിൽ താഴോട്ട് വന്നിട്ടും അവരാ ജ്ഞാനത്തിൽ തന്നെ അവരെ നിലനിർത്തും. പിന്നെ ആ സമാധി കഴിഞ്ഞവര് പഴയ ആളല്ല, കാണാൻ മാത്രമേ ഉള്ളൂ. അതുപോലെ എല്ലാം മാറി. ആ സൂക്ഷ്മ ശരീരം ഒട്ടാകെ ചേഞ്ച് ചെയ്യും. അതൊട്ട് ആർക്കും അറിയാൻ പറ്റില്ല. അങ്ങനെയാണ് മഹത്തുക്കൾ. മഹത്തുക്കൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നോക്കിയിട്ട് പറയും ചിന്മയാനന്ദ സ്വാമിയാണ്, ഇതൊരു പഴയ കണക്കെ മുഖത്തൊന്നും വ്യത്യാസമൊന്നുമില്ല, ശരീരത്തിൽ വ്യത്യാസമില്ല. നമ്മുടെ സ്വാമിക്ക് എന്ത് വ്യത്യാസം ഒന്നും വന്നില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ പറയണത് അബദ്ധം എന്നറിയാമോ? അവര് മാറിപ്പോയി, ജ്ഞാനത്തിലായിപ്പോയി. ജ്ഞാനം വന്നോടെ പൂർണ്ണമായി ഈശ്വരത്വത്തിൽ വന്നു കഴിഞ്ഞു. ഈശ്വര സ്വരൂപത്തിൽ അവർ വീണ്ടും പ്രവർത്തിക്കും. ഈശ്വര സ്വരൂപത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം അദ്വൈതമായിട്ട് തന്നെ അവർ പ്രവർത്തിക്കും. അവർക്ക് ആ ദ്വൈതം നശിച്ചുപോയി. ഞാൻ വേറെ വിക്രമൻ വേറെ എന്നിരുന്നത് മാറി ഞാനും വിക്രമനും രണ്ടും ഒന്ന് തന്നെ എന്നുള്ള നിലയിലേക്ക് മാറി. അതിന്റെ അർത്ഥം എന്താണ് സുരേഷ് മനസ്സിലാക്കിയത്? ദ്വൈതമുണ്ടെങ്കിൽ അവിടെ വ്യവഹാരമുണ്ട്. അദ്വൈതത്തിൽ വ്യവഹാരമില്ല. ഈ അദ്വൈതം എന്ന് പറയുന്നത് എന്താണ്? വാസ്തവമായിരിക്കുന്നതിനെ കണ്ടു കഴിഞ്ഞാൽ അദ്വൈതമാണ്. വാസ്തവമായിരിക്കുന്നത് വെച്ചാൽ ഈ ആത്മാവായ ഞാൻ തന്നെ ആത്മാവ്. ഇത് ആത്മാവ് പലതില്ല, അത് ഏകമാണ്, അത് വാസ്തവമാണ്. അതിനെ കണ്ടു കഴിഞ്ഞാൽ എല്ലാം ഒന്ന് തന്നെ. ഇങ്ങനെ ഒന്നും തന്നെ അറിഞ്ഞ നിലയാണ് ജ്ഞാനമായിട്ടും ഈശ്വരനായിട്ടും ഒക്കെ പറയും. ഈശ്വരനായിട്ടിരിക്കുന്ന ഇതിനെയാണ്, ഈ സ്വരൂപത്തെ. അതുകൊണ്ട് എന്ത് പറ്റും? അവർക്ക് അന്യമില്ലാത്തത് കൊണ്ട് അവർക്ക് വേറൊന്നിൽ രാഗദ്വേഷങ്ങളുണ്ടായി മനസ്സ് ദൂഷിക്കേണ്ട കാര്യമില്ല. മനസ്സ് പിന്നെ എങ്ങനെ നിൽക്കും? ആനന്ദ സമുദ്രമായി മാറിപ്പോകും. ഈ മനസ്സ് ആനന്ദ സമുദ്രമായി, അമൃത കടലായി മാറുമെന്നാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വലിയ മഹത്തുക്കളെന്ന് പറഞ്ഞു കേട്ടിരിക്കുന്നത്. ഇതൊക്കെ അനുഭവിച്ചറിയേണ്ട കാര്യത്തിലേക്കുള്ള പ്രവൃത്തി എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊക്കെ വരും. കാരണം ഇതൊക്കെ ശ്രുതിയല്ലേ പറഞ്ഞിരിക്കുന്നത്, ഒരിക്കലും തെറ്റില്ല. ഇവിടെ പലതും പറഞ്ഞു. പകർ വിചാരമതാകും, ഉണർവുള്ള വിചാരമാണ്. ശാസ്ത്രങ്ങളാലും മഹാത്മാക്കളാലും ജ്ഞാന സദ്ഗുരുക്കളാലും ഉപദേശിക്കുന്നതാണ് വിചാരം എന്ന് പറയുന്നത്. അപ്പോൾ ആ വിചാരത്തിന്റെ സ്വരൂപം നമ്മൾ പറഞ്ഞു. മനാദിയാം ശരീരത്തിൽ ഇന്ന് ജ്ഞാനം. ഈ ഞാൻ ആരാണെന്ന് അതാണ് എല്ലാവരും അതല്ലേ നമ്മുടെ രമണ ഭഗവാനും ഒക്കെ പറഞ്ഞ് ഈ ഞാൻ ആരാണെന്ന് അന്വേഷിക്കാൻ പറഞ്ഞില്ലേ? ഈ ആരാണ് ഈ ഞാൻ? അത് ഏകാന്തത്തിൽ ഇരുന്ന് ചെയ്യുന്ന വിവേകത്തെയാണ് വിചാരമായിട്ട് പറഞ്ഞത്. ഏകാന്തത്തിൽ ഇരുന്ന് ചെയ്യണം. അതിന് ഈ ശ്രദ്ധാഭക്തി വൈരാഗ്യം എന്ന് പറഞ്ഞത് ഏകാന്തത്തിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ 3 കാര്യങ്ങളാണ്. ശ്രദ്ധയോടും ഭക്തിയോടും വൈരാഗ്യം ഈ വിരക്തി ഇതിൽ ഇമ്പോർട്ടൻ്റാണ്. വൈരാഗ്യം എനിക്ക് പറ്റില്ല. കാരണം ഇതിൽ മേലിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ പിടിച്ചു പറ്റാൻ പറ്റില്ല. അപ്പൊ ഇതിന് മേളിലൊന്നുമില്ല. അതുകൊണ്ടാണ് ആ വിരക്തി എന്ന് വെച്ചാൽ ഇതെല്ലാം പട്ടി ഛർദിൽ പോലെ കാണുക എന്നൊക്കെയാണ് പറയുന്നത്. ഏത് വിഷയങ്ങളിൽ
വളരെ ഇതായിട്ട് കാണുക, മ്ലേച്ഛമായിട്ട് കാണുന്നതിനെയാണ് വിരക്തി എന്ന് പ്രാഥമികമായിട്ട് പറഞ്ഞത്. എൻ്റെ ശരിക്കുള്ള വിരക്തി വിവേകം തന്നെയാണ്. അപ്പം ഈ രൂപത്തിൽ കണ്ട് ഇതിൽ ആ വിചാരം ഇതിൽ ഉത്ഭവിച്ചാൽ അവർ പറയുന്നു ജ്ഞാനം കരുതകാമനകം പോലെ ഇതിൽ വന്നു ചെയ്യും. ഈ അന്തരംഗ സാധനം ബഹിരംഗ സാധനം നമ്മൾ പറഞ്ഞു. ബഹിരംഗ സാധനങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത് ചിത്തശുദ്ധിക്ക് വേണ്ടി പറഞ്ഞതാണ്. ചിത്തശുദ്ധിക്ക് വേണ്ടി പറഞ്ഞത് കൊണ്ട് മാത്രം ജ്ഞാനം ഉണ്ടാവില്ല. ജ്ഞാനത്തിന് ബഹിരംഗ സാധനം അല്ല ആവശ്യം, അന്തരംഗ സാധനമാണ്. അപ്പോൾ എന്ന് ചിലരുണ്ടല്ലോ ബഹിരംഗ സാധനങ്ങൾ സമ്പാദിച്ച് എങ്ങനെ അത് തന്നെയാണ് മുക്തിക്ക് കാരണം പറഞ്ഞിരിക്കില്ല. അവിടെ തത്വസ്മഹാവാക്യ വിചാരജന്യമായിട്ടേ ഉണ്ടാവുള്ളൂ. സ്വാമി ഒരു കഥ നമ്മൾ മുമ്പ് പറഞ്ഞതിലുണ്ട്. നമ്മുടെ പരമേശ്വരന്റെ സ്വാമികൾ മറ്റേ തിരുവനന്തപുരത്തെ സ്വാമിയുടെ അഭേദാനന്ദ സ്വാമി നല്ല ഭക്തനും ഗംഭീരനുമാണ്. അതൊക്കെ സ്വാമിക്കറിയാം. വലിയ ഇഷ്ടമാണ് മൂപ്പർക്ക് അദ്ദേഹത്തെ. അങ്ങനെ അവർ തങ്ങൾ കൂടിക്കാഴ്ചകളൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് അങ്ങ് ചെല്ലും. ചിലപ്പോഴൊക്കെ ഇങ്ങ് വരുമായിരിക്കും, എന്ന് അറിഞ്ഞൂടാ. പക്ഷെ അങ്ങ് ചെല്ലും എന്നുള്ള ഉറപ്പാണ്. അവിടെ ചെന്ന് കുറേ സംസാരിച്ചൊക്കെ ഇരിക്കും. സ്വാമി ഹരേ രാമ കേൾക്കും. കൊള്ളാമെന്ന് അപ്രീഷിയേറ്റ് ചെയ്യും വരും. ഇങ്ങനെ വന്നപ്പോൾ കൂടുതൽ അടുപ്പത്തിൽ വന്നപ്പോഴും അദ്ദേഹത്തിന് ആ പരമാർത്ഥം ഒന്ന് പറഞ്ഞു കൊടുക്കണമല്ലോ എന്നൊരു ഉള്ളിൽ വരുന്നൊരു വിചാരം. ഒരു ആളാവാനല്ല ചെയ്യാം. ചിലർ പറയുമ്പോൾ ഞങ്ങൾ ഭയങ്കര വലിയ ആളാണത്. അതല്ല, അദ്ദേഹത്തിനൊരു ജീവകാരുണ്യമാണത്. ആലോചിച്ച് നേരിട്ട് പറഞ്ഞാൽ വിഷമം വരും. അതും അറിയാം മൂപ്പർക്ക്. ഒന്നിന് പൊക്കി പറയുമ്പോൾ മറ്റേത് ഇടിച്ചു പറയുന്നതിന് സമമാണ്. മനസ്സിലായി? ഇതാണ് ശ്രേഷ്ഠം എന്ന് പറഞ്ഞാൽ മറ്റേ കൊടുവിലെന്നല്ലേ അർത്ഥം. അങ്ങനെ എടുക്കുവാണ്. അത് വരാതിരിക്കാൻ വേണ്ടി സ്വാമി സൂത്രത്തിൽ ഒരു ലെറ്ററിൽ പറഞ്ഞിരിക്കുന്നത് ഗംഭീരനാണ്. അങ്ങയുടെ നാമം കേട്ടാൽ ആരായാലും കേട്ടിരുന്നു പോകുന്നു. എനിക്ക് വലിയ ഇഷ്ടം തന്നെയാണ്. പക്ഷെ പറയാനൊരു കാര്യമുണ്ട് എന്ന് പറഞ്ഞ് ചെയ്തത്. എന്തൊക്കെയായാലും ഈ ആത്മജ്ഞാന സിദ്ധിക്ക് തത്വമസി വിചാരജന്യമായ ജ്ഞാനം വേണം. അങ്ങനെയുള്ള തത്വമസി വിചാരജന്യമായിട്ട് ഈ ജ്ഞാനം ഇത് സംഭവിക്കും. ഇതാണ് വലിയ ബോധത്തിലൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്നൊരു ലെറ്റർ അടിച്ചു കൊടുത്തു. മനസ്സിലായ? എല്ലാം ഉണ്ട് അദ്ദേഹത്തിന് ഇല്ലാത്തതെന്നുണ്ട്. അദ്ദേഹം സിദ്ധനുമാണ്. അദ്ദേഹം ഈ പറഞ്ഞില്ലേ, ഒരു വസ്ത്രവും വിവസ്ത്രനായിട്ടല്ലേ നടന്നുകൊണ്ടിരുന്നത് തിരുവനന്തപുരത്തൂടെ. ആർക്കൊന്നും തോന്നിയില്ലല്ലോ. ഗംഭീരനാണ്. ഇതൊന്നും ഒരു സംശയമില്ല. ഇതൊരു തേജസ്സാണ് കാണാനൊക്കെ. അതിൽ അദ്ദേഹം പൂർണ്ണനാണ്. പക്ഷെ അതുകൊണ്ട് പറഞ്ഞു കൊടുത്തത് എന്താണ്? നിങ്ങൾ ഒരു അധികാരിയായിട്ടിരിക്കുകയാണ്. ഇപ്പോഴും നിങ്ങൾക്ക് വേണ്ടത് ഈ അന്തരംഗ സാധനമായ വിചാരം ഇതിൽ വരണം. ബഹിരംഗ സാധനം കൊണ്ട് നിങ്ങൾ ഓക്കെ ഓരോന്ന് അങ്ങനെയാണ് വിളിച്ച് ഇത് ഒരു ലെറ്റർ ഇട്ടു. ആ ലെറ്ററിൻ്റെ ഒരു കോപ്പി സ്വാമിയുടെ മകൻ ഇതിനകത്ത് എനിക്കെടുത്ത് കാണിച്ചു തന്നു. അത് വായിച്ചപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. അയ്യോ ഭഗവാനെ, നമുക്ക് തന്ന ഉപദേശമാണ് ആര്? സ്വാമി. അതിലൊരു നിമിത്തമായിട്ട് അതൊക്കെ നിന്നേ ഉള്ളൂ. സംഗതി ഇതിൽ ആ തത്വമസിയുടെ മാഹാത്മ്യത്തെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ശരിക്കും ഈ ബഹിരംഗ സാധനം എന്ന് പറയുന്നതും അന്തരംഗ സാധനം എന്ന് പറയുന്നതും ഇത് തന്നെ, ഈ വിചാരം തന്നെ. എന്നിട്ട് ഏതൊന്ന് ജ്ഞാനത്തിന് അല്ലെങ്കിൽ ശ്രവണത്തിന് പ്രത്യക്ഷ പ്രയോജനത്തെ ചെയ്യാതെ അന്ധകരണ ശുദ്ധിക്ക് വേണ്ടിയുള്ള പ്രയോജനത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നോ അത് ജ്ഞാനത്തിന് ബഹിരംഗ സാധനം. ഇങ്ങനെയുള്ള യജ്ഞാതി കർമ്മങ്ങളാകുന്നു. ഇങ്ങനെയും യജ്ഞാതി കർമ്മങ്ങൾ സംസാരത്തിൽ സാധനങ്ങളാകിയ അന്ധകരണ ശുദ്ധി ഉണ്ടാവുമെന്ന് പറയുന്നതും ശരിയല്ലെന്നാണ്. കാരണം അന്ധകരണ ശുദ്ധി ഉണ്ടാവില്ല. കാരണം അത് നമുക്ക് തന്നെ അറിയാം. നാമം പറയണമെങ്കിൽ നമുക്ക് തോന്നിക്കൊണ്ടിരിക്കും. ആ ഭഗവത് സ്മൃതിയൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ രാഗം കുറച്ചുകൂടെ നല്ലതാണെന്നും ഇവിടെ ശബ്ദത്തിന് ചില പോരായ്മകൾ വന്നെന്നും കൂടെ ഇരുന്ന് പാടുന്ന ആള് നല്ല നല്ല രാഗത്തിൽ നിശ്ചയമുള്ള ആളാണെന്നൊക്കെ തോന്നിക്കൊണ്ട് വേറെ രൂപത്തിലേ ഇരിക്കുള്ളൂ, ഭക്തിയിലിരിക്കും. ഏത് രൂപത്തിലും ബഹിരംഗ സാധനങ്ങളെ കൊണ്ടൊരാള് മനസ്സിന് ശുദ്ധി ഉണ്ടാവില്ല, അശുദ്ധി ഉണ്ടാവും. ഇത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. പിന്നെ കേവലം വിചാരം മാത്രമാണ് ഇതിന് ശുദ്ധിക്കും കാരണമായിട്ട് വരുന്നത്. അത് ഏകാന്തത്തിൽ ഈ ഞാൻ ആരാണെന്നുള്ള ആരാഴ്ചയാണ് കാര്യം. അപ്പം ഇങ്ങനെ ഇത് പറഞ്ഞു നിർത്തുകയാണ് സ്വാമി.
ഇതിനാൽ സമാധി നിധിധ്യാസനത്തിൽ അന്തർഭവിച്ചതാകുന്നു. യജ്ഞാതി കർമ്മങ്ങൾ സംസാരത്തിന് സാധനങ്ങളാകയാൽ അവകളാൽ അന്ധകരണ ശുദ്ധി ഉണ്ടാകുമെന്ന് പറയുന്നതും ശരിയല്ല. സകാമ പുരുഷന് അവകൾ സംസാരത്തിന് ഹേതുവാകുന്നു. ഇത് കാമ്യം, എല്ലാവർക്കും കാമ്യം പോയിട്ടില്ലല്ലോ. എന്നാൽ നിഷ്കാമകർമ്മം ചെയ്യുന്നവർക്ക് അത് കർണശുദ്ധി വഴിയായി ജ്ഞാനത്തിന് ഹേതുവാകുന്നതിനാൽ ബഹിരംഗ സാധനമെന്നും വിവേകാദികൾ അന്തരംഗ സാധനമെന്നും ചൊല്ലപ്പെടും. വിചാരിച്ചു നോക്കിയാൽ ജ്ഞാനത്തിന് മുഖ്യമായ അന്തരംഗ സാധനം തത്വമസി മഹാവാക്യമാകുന്നു, ശ്രവണാദികളുമല്ല. എന്തുകൊണ്ടെന്നാൽ യുക്തികളാൽ വേദാന്ത വാക്യങ്ങളുടെ താല്പര്യ നിശ്ചയം ശ്രവണമെന്ന് പറയുന്നു. ശ്രവണം എന്ന് പറയുന്നത് എന്തിനെയാണ്? കേൾക്കുന്നതല്ല. യുക്തികളാൽ വേദാന്ത വാക്യത്തിന്റെ താല്പര്യ നിശ്ചയത്തെയാണ് ശ്രവണം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കേൾക്കുന്നതല്ല. അതാണ് അത് ഇങ്ങനെ പറയും. അതാണ് ശ്രവണം. ഇതിനെ ശ്രവണം എന്ന് പോലും പറയുന്നതിന്റെ അർത്ഥം. സ്വാമി പറയുന്നത് ഇത്, ഈ ഭാഗത്ത് സ്വാമി പറയുന്ന ഒരു കാര്യം, ഇവിടെ ഞാൻ പറയുന്നതിനകത്തൂടെ ഒരു അർത്ഥം ഓടുന്നുണ്ട്, അത് നിനക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഈ പറയുന്നതോട് ചേർന്നൊരു വിവേകം ഇതിനകത്തോട് സഞ്ചരിക്കുന്നുണ്ട്, അത് നിനക്ക് കിട്ടിയോ? ഉൾപ്പെടെ ചോദിക്കുന്നതാണ് സ്വാമി. അതാണ് പിടിക്കാനുള്ളത്. അതാണ് വാസ്തവത്തിൽ അതിനെയാണ് ശ്രവണം എന്ന് പറയുന്നത്. വേദാന്ത വാക്യങ്ങളുടെ താല്പര്യ നിശ്ചയം ശ്രവണം എന്ന് പറയും. ജീവബ്രഹ്മങ്ങളുടെ അഭേദത്തിന് സാധകവും വേദത്തിന് ബാധകവുമായ യുക്തികളാണ് അദ്വിതീയ ബ്രഹ്മത്തിന്റെ ചിന്തനം, മനനം എന്ന് പറയപ്പെടും. അഭേദത്തിന് സാധകവും ഭേദത്തിന് ബാധകവും ആയ യുക്തി, അതിന് അനുസന്ധാനം. അനാത്മാകാര വൃത്തിയുടെ ബാധയിലും ബ്രഹ്മാകാര വൃത്തിയുടെ അനുസന്ധാനത്തിലും ബ്രഹ്മാകാര വൃത്തിസ്ഥിതി നിധ്യാസനം എന്ന് പറയുന്നു. അനാത്മാകാര വൃത്തി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നില്ല, വിഷയാകാര വൃത്തിയാണ്. വിഷയാകാര വൃത്തികളല്ല, അനാത്മാകാര വൃത്തികളാണ്. പിന്നീട് എന്ന് പറഞ്ഞു ബ്രഹ്മാകാര വൃത്തി. ബ്രഹ്മാകാര വൃത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, ഈ മനസ്സിന്റെ സമ്പൂർണ്ണ ആവിർഭാവം. വേറെ രൂപത്തിൽ ഇത് പറയാം, അഖണ്ഡാകാര വൃത്തി എന്ന് പറയും, ബ്രഹ്മാകാര വൃത്തി. അനാത്മാകാര വൃത്തിയുടെ ബാധയിലും അനാത്മാകാര വൃത്തിയെ ബാധിക്കേണ്ടതാണ്. അതുപോലെ ബ്രഹ്മാകാര വൃത്തിയുടെ അനുസന്ധാനത്തിലും ബ്രഹ്മാകാര വൃത്തി സ്ഥിതി, അതിനെയാണ് നിധിധ്യാസനം എന്ന് പറയുന്നത്. നിധിധ്യാസനത്തിന്റെ പരിഭാഗ അവസ്ഥയെ സമാധി എന്ന് പറയും. ഇതിനാൽ സമാധി നിധിധ്യാസനത്തിൽ അന്തർഭവിച്ചതാകുന്നു. ശ്രവണ മനന നിധിധ്യാസനങ്ങൾ ജ്ഞാനത്തിന് സാക്ഷാത് സാധനമല്ല. പിന്നെ ഇങ്ങനെയുള്ളതാണെന്നാണെങ്കിൽ ഇത് ചെയ്യുന്ന ബുദ്ധിയുടെ ദോഷമായ അസംഭാവന, വിപരീത ഭാവനകളുടെ നാശമാകുന്നു. ഈ പറയുന്ന വിപരീത ഭാവന, സംശയഭാവന, പറഞ്ഞില്ലേ, ഇതിന്റെ നാശത്തെയാണോ നമ്മൾ ജ്ഞാനമായിട്ടും പറഞ്ഞത്? ബുദ്ധിയുടെ ദോഷമാണ് ഇത് രണ്ടും, അസംഭാവന, വിപരീത ഭാവന. ഇവരുടെ നാശത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ആത്മാവെന്ന് പറയുന്നത്, ബ്രഹ്മമെന്ന് പറയുന്നത് എന്തെങ്കിലും ഒന്നിൻ്റെ കാരണം കൊണ്ടോ അല്ലെങ്കിൽ കാര്യം കൊണ്ടോ ഉണ്ടാകുന്നതല്ലല്ലോ. അത് അങ്ങനെ തന്നെ ഇരിക്കുന്നു. ഇവിടെ ഇത്രയുള്ള ബുദ്ധിയുടെ വിപരീത ഭാവനയും സംശയഭാവനയും മാറിയാൽ മാത്രം. അസംഭാവന വിപരീത ഭാവനകളെ നീക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെയ്യുന്നത്. ജ്ഞാനം ഉണ്ടാകുന്നു എന്നൊക്കെ പറഞ്ഞാൽ പോലും, അങ്ങനെയാണെങ്കിൽ പുതിയതായിട്ട് ജ്ഞാനം ഉണ്ടായതായിട്ട് പറയണം. അങ്ങനെയല്ല, ഇത് ഇരിക്കുന്നു, പക്ഷെ ഇതിന് ആവരണത്താൽ മൂടപ്പെട്ടിരിക്കുന്നു. വലിയ കൊഴുത്ത ആവരണമാണ്. ഈ ആവരണമാണ് സംശയഭാവന, വിപരീത ഭാവന. നാസ്തി അബാധ്യത നമ്മൾ കേട്ടിട്ടുണ്ട്, ഈ ആവരണ ശക്തിയുടെ വേറൊരു പേര്. അങ്ങനെ ഒന്നില്ല എന്ന് ഒരു ഭാവന. അതുപോലെ അങ്ങനെ ഉണ്ടായിരിക്കാം, പക്ഷെ എനിക്കതിന് അനുഭവമില്ല എന്ന് രണ്ടാമത്തെ ഒരു ഭാവന. ഇങ്ങനെ രണ്ട് തരം ഭാവനകൾ ഇതിൽ മുളച്ച് വലിയ മരമായി നിൽക്കുകയാണ്. ഇത് രണ്ടിനെ മുറിച്ച് കളയണോ? അതാണ് ഈ ചെയ്യുന്നത്. അതാണ് ജ്ഞാനമെന്ന് പറയുന്നത്. ജ്ഞാന ഖഡ്ഗം കൊണ്ടെന്നല്ലേ പറഞ്ഞത്. ജ്ഞാന ഖഡ്ഗം കൊണ്ട് ഇതിനെ ഛേദിക്കണമെന്നാണ് ഇതിൻ്റെ നാരായ വേദനെ ഛേദിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ജ്ഞാനം ഖഡ്ഗം എന്ന് ഉദ്ദേശിക്കുന്ന വിവേകത്തെയാണ്. ഇവിടെ പറഞ്ഞു പോകുന്നതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പിന്നീട് മനസ്സിലായി വരും.
പറയണതൊന്നും അല്ല ഇതിനകത്തൊരു കാര്യമില്ല. അത് മനസ്സിൻ്റെ ആ ശുദ്ധിയിലൂടെയാണ് ഇത് ഗ്രാസ്പ് ചെയ്യാൻ പോണത്. ബഹിരംഗ സാധനം ഇവിടെ വേണ്ടെന്നല്ല പറഞ്ഞത്. മനസ്സ് എളുതാകുക, എളിമത്വം വരിക, മനസ്സിനെ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ കൊണ്ടാണ് ആ മനസ്സിൽ ശുദ്ധി വന്നിട്ട് ആ ബുദ്ധിയിലുള്ള ഈ ദോഷങ്ങളൊക്കെ മാറണം. മാറിക്കഴിഞ്ഞാൽ ഞാനും പ്രാപ്തപ്രാപ്യമായിട്ടിരിക്കുകയാണ്. അത് വന്നിട്ട് നേരത്തെ പുതിയ വന്ന് ചേർന്നതല്ല, അതങ്ങനെ തന്നെ ഇരിക്കുകയാണ് പറയുന്നു. അപ്പോൾ നമ്മൾ 63-ാമത്തെ പദ്യം വരെ വായിച്ചു. പ്രധാനമായിട്ട് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് ഈ വിചാരത്തെ പറ്റി സ്വാമി പറഞ്ഞു തന്നതാണ്. സ്വാമി 2-3 കാര്യം പറഞ്ഞ് അത് ശ്രദ്ധയിൽ വരികയാണെങ്കിൽ ഈ വിചാരത്തെ അല്ലാതെ വേറെ ഒരു രൂപത്തിലും ജ്ഞാനത്തിൽ വരില്ല. പക്ഷെ ആ വിചാരം എന്ന് പറയുന്നത് ഏതിനെയാണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ 3 ശരീരങ്ങളിൽ ഞാനെന്ന് പറയുന്നത് ഏതിനെയാണ്, ഇതിൽ ചിത്ത അത് സ്വപ്രകാശമായിരിക്കുന്നത് ഏതാണ്, ഇതിൽ ജഡങ്ങളെന്ന് പറയുന്നത് ഏതിനെയാണ്, ഇത് രണ്ടും ചേർന്നിരിക്കുന്ന ബന്ധം എന്ന് പറയുന്നത് ഏതിനെയാണ്. ഇങ്ങനെ ഈ രൂപത്തിൽ നമുക്കിപ്പോൾ വിചാരിക്കാൻ പറ്റുമോ സുരേഷ്? ഇല്ല, ശുദ്ധിയുക്തികളല്ല. കാരണം അതൊക്കെ അതിൻ്റെ വശത്തിൽ ആ തത്വമസി രൂപത്തിൽ ഇത് വരും. വന്നിട്ട് അതിനെ വിചാരിച്ച് അറിയുന്നതാണ് വിചാരം എന്ന് പറയുന്നത്. അല്ലാതെ വേറൊരു വിചാരവും ഇതിലില്ല. ഇത് മനസ്സിലാക്കുക. പിന്നെ ഇതെന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ബുദ്ധിയുടെ സംശയഭാവന, അസംഭാവനയും വിപരീത ഭാവനയും നശിപ്പിച്ചു കളയും. ജ്ഞാനത്തെ ഉണ്ടാക്കിയല്ല, അതങ്ങനെ തന്നെ ഇരിക്കുന്നു. അതല്ലേ പറഞ്ഞു, ഒരു ഗുരുവിനെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ പറയും, മോനെ നീ ബ്രഹ്മസ്വരൂപമാണ്, കുഞ്ഞെ നീ ബ്രഹ്മസ്വരൂപമാണ്, പക്ഷെ നീ അത് അറിയുന്നില്ല. അതിൻ്റെ കാരണം എന്താണ്? നീ ദേഹത്തെ നോക്കിക്കൊണ്ട് ഈ കാണപ്പെടുന്ന അറിയപ്പെടുന്ന ഈ കാര്യങ്ങളെ അഭിമാനിച്ചിരിക്കുന്നു. ഞാനാണെന്ന് അഭിമാനിച്ചത്. അതുകൊണ്ട് പറഞ്ഞു, ഞാൻ ആരാണെന്ന് നീ ഏകാന്തത്തിൽ ചിന്തിച്ചു നോക്കാൻ പറഞ്ഞു. അങ്ങനെ ചിന്തിക്കാനായിട്ട് ആ ഗുരുവിൻ്റെ അരുളും ആ പുണ്യമൊക്കെ വന്ന ആളുകൾ ചിന്തിക്കും. അപ്പൊ ചിന്തിക്കേണ്ട വിധം പറഞ്ഞു എങ്ങനെയാണ്? അത് പറഞ്ഞു, ശ്രദ്ധാഭക്തി വൈരാഗ്യത്തോടുകൂടി ഇതിൽ പ്രവർത്തിക്കും. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഇതിലും മേലായിട്ട് ഒന്നും തന്നെ ഇല്ല. ശ്രുതി വേദാന്ത ശാസ്ത്രങ്ങളിൽ മേലിലൊരു ഒന്നുമില്ല എന്നുള്ള പരമപ്രേമാസ്പദമാണ് ആയിട്ട് മാറും. ഇങ്ങനെ ഈ രൂപത്തിൽ ഇതിൽ ആ വിചാരം ഇതിൽ പുരോഗമിച്ച് ഇരിക്കുന്നതിനാണ് നമ്മുടെ വേദാന്തത്തിന്റെ തപസ്. ഇതാണ്. മറ്റതെല്ലാം പറഞ്ഞില്ലേ, ഏതൊക്കെയോ രൂപത്തില് നമ്മളായി പോണതാണ്. നമുക്ക് അങ്ങനെയാണ് പഴക്കം. ഇങ്ങനെ ഇരുന്ന് സൂക്ഷ്മ ലോകങ്ങളുണ്ടല്ലോ, എത്ര തിരിയക്കാതി ലോകങ്ങളിലൊക്കെ പോകുന്ന ഇതിനെയാണ്. മുക്തി വരില്ല എന്നർത്ഥം. പിന്നെ പറഞ്ഞ് സ്വാമി ഇവിടെ അവസാനിപ്പിച്ചു. നമുക്ക് ഇവിടെ തൽക്കാലം നിർത്താം. 64 അടുത്ത. നിന്റെ അനന്ത ജന്മങ്ങളാണ്ട വയ്യനെ ഉപദേശിക്ക വെളിവந்த ഗുരുവേ പോറ്റി, ഉയവേ മുക്തി നൽകും ഉദവിക്കോറുദവിനായി ചെയ്യുമാറും കാണേ, ഇരുവടി പോറ്റി പോറ്റി.